അല്ല അത് ഉം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേമഗ് ഇങ്ങനത്തെ ചില ഗ്രൂപ്പുകളുടെയൊക്കെ ഓൺലൈൻ ഗ്രൂപ്പിൽ ഒരു ഒരു ഓൾഡ് ബോയ്സ് നെറ്റ്വർക്ക് കളിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതാണ് വിവരമുള്ളവനെ പുറത്താക്കുക എന്നുള്ളത് ഈ ഗ്രൂപ്പിന്റെ ഒരു ഗെയിം. എന്തായിരിക്കും അതിന്റെ മനഃശാസ്ത്രം? വിവരമുള്ളവനെന്നല്ല, അവര് പറയുന്ന സ്ട്രിക്ട് റൂൾസ് പാലിക്കാത്തവരെ പുറത്താക്കുക എന്നുള്ള. അല്ല, അവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ, അതിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ? അതിന്റെ അതെ അതെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അതെ. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഗ്രൂപ്പിന്റെ ഡൈനാമിക്സ് തീരുമാനിക്കുന്നത് അതിന്റെ പാർട്ടിസിപ്പൻസ് ആണോ അത് നടത്തുന്നവരാണോ എന്നുള്ളൊരു ചോദ്യം. അത് നടത്തുന്നവരായിരിക്കും റെസ്ട്രിക്ട് ചെയ്യണത്തോളം കാലം. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കേമഗ് മീറ്റിങ്ങിലൊക്കെ പൊതുവേ ഉള്ള പ്രശ്നം, അതായത് അവർ മീറ്റിംഗ് മറ്റേ സെഷൻ എടുത്തില്ലെങ്കിൽ അവര് വരില്ല. അവരുടെ സെഷന് 10 ആളില്ലെങ്കിൽ ഒരു സെഷൻ ക്യാൻസൽ ചെയ്യുന്നു. അതായത് ചില ആൾക്കാർ MVP ആയതുകൊണ്ടോ, ഇനി ചില ആൾക്കാർ എന്റെ പ്രസന്റേഷന് 100 പേരില്ലെങ്കിൽ 50 പേരില്ലെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കേമഗ് ഫിസിക്കൽ മീറ്റിങ്ങിന് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ നോളജ് ആയിട്ടല്ല ആ ഗ്രൂപ്പിനെ കാണുന്നത്. മനസ്സിലായില്ലേ? MVP അടിക്കുക, കമ്മ്യൂണിറ്റിയിൽ അറിയപ്പെടുക, അവിടെ ഇവിടെയൊക്കെ സെഷൻസ് എടുക്കുക. അതിനപ്പുറത്തേക്ക് ഒരു ഓർഗാനിക് ബാന്ധവം ആ ഗ്രൂപ്പിൽ ഇല്ലാത്തതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാല് ചെറുതെ എന്താണ് നിങ്ങളുടെ? അതെ അതെ അതെ. ഇൻസ്ട്രുമെന്റൽ ഗോൾസേ ഉള്ളൂ, എപ്പിസ്റ്റമിക് ഗോൾസ് ഇല്ല. ഇനി എപ്പിസ്റ്റമിക് ഗോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് റെസ്ട്രിക്റ്റഡ്, ബൗണ്ടഡ് ബൈ നമ്മുടെ ഇൻഡസ്ട്രിയുടെ കോണ്ടെക്സ്റ്റിലാണ്. അതായത് വാല്യൂ ചെയിന്റെ ലീഫ് എൻഡിലുള്ള സർവീസ് കമ്പനീസിന്റെ നോമാണ് അവിടെ ഉള്ളത്. അതായത് ഇപ്പൊ ശരത്ത് ഫിലോസഫിക്കലി പറഞ്ഞ കാര്യത്തെ ഞാൻ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യാൻ നോക്കാം. ശരത്ത് എന്റെ അറ്റംപ്റ്റ് ഇതാണ്. അതായത് യൂട്ടിലിറ്റേറിയൻ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മറ്റേ എന്താ പറയാ, അതിന്റെ ഒരു ഉപയുക്തത. അതായത് ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉണ്ടാവും, കമ്പനിയിലൊക്കെ എനിക്ക് നെഗോഷിയേഷൻ പവർ ഉണ്ടാവും, എനിക്കൊരു വിസിബിലിറ്റി ഉണ്ടാവും, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ചുളിവിനെ കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ടാക്കിയെടുക്കാം എന്ന സ്ഥാനത്ത് ഇതൊരു എപ്പിസ്റ്റമിക് ഗോൾ ഉണ്ടെന്ന് വരിക്കാം. അതായത് ഒരു ജ്ഞാനസിദ്ധാന്തപരമായിട്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആസ് എ പ്രൊഫഷണൽ എനിക്ക് കുറച്ച് സ്ഥലത്തെ വർക്ക് ചെയ്യാൻ സാധിക്കും. എന്റെ പ്രൊജക്റ്റിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് ഏറിയാൽ എന്റെ പ്രൊജക്റ്റിൽ നടക്കുന്ന മറ്റുള്ള ആൾക്കാർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഏറിയാൽ ഇപ്പൊ ചെറിയൊരു വിധം വലിയ കമ്പനി ആണെങ്കിൽ തൊട്ടടുത്ത പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ കേമഗില് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളിൽ നിന്ന് പല പശ്ചാത്തലമുള്ളവര് സെഷൻസ് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറൈസൺ ബ്രോഡ് ഉണ്ടാവും. അതാണ് എപ്പിസ്റ്റമിക് ലെവൽ എന്ന് ശരത്ത് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ രണ്ടാമത്തേനാണ്. യൂട്ടിലിറ്ററി എന്ന് പറഞ്ഞാൽ എന്തായാലും അതിനൊരു യൂട്ടിലിറ്റി നമുക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മള് എപ്പിസ്റ്റമിക് ഗോൾ അല്ലേ നമുക്ക് വേണ്ടതെന്നാണ് ശരത്ത് ചോദിച്ചതിന്റെ രത്നം ചുരുക്കം. അതെ. പക്ഷേ ഈ പറഞ്ഞ അഡ്മിൻസ് കാണണമല്ലോ. അല്ല, അഡ്മിൻസ് കാണാം. അത് പലപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആ ഗ്രൂപ്പിൽ ഞാൻ കണ്ട ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സ്കോട്ട് ഹാൻസൽമാൻ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ കുറെ ഗുണാണ്ടർമാര് അവര് പറയുന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ അവരുടെ കുറെ ലാംഗ്വേജും പിന്നെ അവരെ ആരാധിക്കുന്നവരുടെ ഒരു സെൽഫ് വർത്ത് ഇല്ലാത്ത ആൾക്കാരെ മാതിരി ഇടയ്ക്ക് പെരുമാറുന്നതാണ്. പിന്നെ മോസ്റ്റ്ലി അവിടെ നടക്കുന്നത് ഈ മറ്റേ മെഷീൻ വാങ്ങിച്ചു, മൗസ് വാങ്ങിച്ചാൽ എന്ത് പറ്റും, അപ്പൊ പല ഇതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആൾക്കാരെ റെസ്ട്രിക്ഷൻ വെച്ചാല് ഇപ്പൊ ഈ കോൺഗ്രസ്സുകാരുടെ മീറ്റിംഗ് മാതിരിയാ. അതായത് ജയിച്ച സോണിയ ഫാക്ടർ, തോറ്റ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തില്ല. അതായത് ഇതിനു മുമ്പേ തുടങ്ങുന്നു ഈ പരിപാടി. അപ്പൊ അതേമാതിരിയുള്ളൊരു ഒരു കെയിൻഡ് ആയിട്ടുള്ള കുറെ എക്സ്പ്ലനേഷൻസും അതിലോട്ട് ഒതുങ്ങി പോകും മീറ്റിങ്ങിന് റെസ്ട്രിക്ഷൻ വെച്ച. അല്ലേ? അതെ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ എനിക്കൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്.
അപ്പൊ അത് കേരളത്തിൽ പൊതുവേ ഉണ്ട് കേട്ടോ. ഞാനത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനാണ് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യണേ. അതായത് നൂതനമായ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ വൈയക്തിക തലത്തിലുണ്ടായ ഒപ്പീനിയൻ ആണ്. അപ്പൊ ഞാൻ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യും, എന്നിട്ട് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ആൾക്കാർ കാണുന്നത് എന്താ അറിയാമോ, ഞാനൊരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്നെ പൊക്കി പറയാൻ വേണ്ടി പറയാം. കിട്ടിയ ആ പ്രോബ്ലം ഒക്കെ വരും. അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാല്, എന്താണ് പ്രാമാണികത? ഈ പ്രാമാണികത മറ്റേ ഇപ്പോ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാലോ, ഇനിയിപ്പോ ഞാൻ പറയട്ടെ, 2 പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മാർട്ടിൻ പൗളറോ മറ്റേ സ്കോട്ട് ഹാൻസൽമാനോ അല്ലെങ്കിൽ മറ്റേ ലിനസ് ടോർവാൾഡിസ് പറഞ്ഞാലോ ഒരു സമ്മതിക്കും. അതേ കാര്യം ചിലപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് വല്ല അപ്പുറത്തുള്ള ജോർജ് കുട്ടിയോ ശേഖരൻ കുട്ടിയോ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പഠിച്ചു വേണ്ടാവും. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ലിനക്സ് ടോർവാൾഡിസ് കാര്യം പുള്ളി ഗിറ്റപ്പ് ഉണ്ടാക്കി, ഗിറ്റപ്പ് പുള്ളിയല്ല ഉണ്ടാക്കി. പിന്നെ പുള്ളി ലിനക്സിന്റെ കേർണൽ ഒറിജിനലി എഴുതി, ആ കേർണൽ പ്രോജക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു, പെർഫോഴ്സിനെ പിടിച്ച് ഗിറ്റപ്പുമാരി ഒരു കിട്ടുന്ന വേർഷൻ സിസ്റ്റം ഉണ്ടാക്കി. പിന്നെ ഏതോ മറ്റേ CPU ഡിസൈനിലൊക്കെ വർക്ക് ചെയ്ത് ഒരു എക്സംപ്ലറി അച്ചീവർ ആണ് പുള്ളി, പിന്നെ ഒരു അക്കംപ്ലിഷറുമാണ്. പക്ഷേ പുള്ളി C++ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത് ശുദ്ധ വെടിത്തം. അപ്പൊ എന്തൊരു വെച്ചാല് C++ സീനേക്കാൾ 6 ടൈംസ് സ്ലോ എന്ന് പറയും. ശരിയാണ്, കാരണം നിങ്ങൾ ലൂപ്പിന്റെ ഉള്ളിലൊക്കെ C++ ഒബ്ജക്റ്റ് ഡിസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആ. പക്ഷേ എല്ലാ C++ കമ്പൈലറിന്റെ ഉള്ളിൽ ഒരു C സബ്സെറ്റ് ഉണ്ട്, അതിലെഴുതാം. എന്നിട്ട് പകരം അയാൾ പറയും റസ്റ്റ് ആണ് നല്ലതെന്ന് പറയും. റസ്റ്റില് മാനേജർ കോഡാണത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഈ പീൻവോക്ക് മാതിരി അല്ലെങ്കിൽ നേറ്റീവ് കോഡ് മാതിരിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ ഇയാൾ പറഞ്ഞതൊന്നും കറക്റ്റ് അല്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല്, ഈ ജസ്റ്റ് ബിക്കോസ് സംബഡി ഈസ് ഗുഡ് ഇൻ 2 or 3 ഏരിയാസ് അയാൾ പറഞ്ഞത് എല്ലാം കറക്റ്റ് ആണെന്നുള്ള ഒരു ഫെല്ലസി ആ ഗ്രൂപ്പിലും പൊതുവേ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരു ഡൗട്ട് ചോദിക്കട്ടെ. പുള്ളി പറയണ കോണ്ടെക്സ്റ്റിൽ അത് ശരിയായിരിക്കും, നമ്മ ചിന്തിക്കണ കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം. ആയിക്കൂടെ? ഇല്ല, കാരണം ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് അതേ സമയത്ത് വന്ന ആളെ ഞാൻ അത്യാവശ്യം എൻ്റെ ഹിസ്റ്ററി ഈ പറയുന്ന C++ലും സിയിലും ഈ ഡ്രൈവർ ലെവലിലൊക്കെ എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നുമില്ല, ഞാൻ അത്യാവശ്യം ഇത് ചെയ്യുന്നതാണ്. ശുദ്ധമണ്ഡലത്തിൽ അവിടെ പറഞ്ഞു, കാരണം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഇവിടെ കിട്ടിയ പുള്ളി ഒരു ഇന്റലക്ച്വൽ എക്സ്പ്രഷൻ നൽകിയെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അപ്പോ ഈ പ്രാഗ്മാറ്റിക് ലെവലിൽ എല്ലാ C++ കമ്പൈലറും പ്രാക്ടിക്കലി C കമ്പൈലറാണ്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വ്യൂ പോയിന്റ്? അത് കണ്ടിട്ട് ഇപ്പൊ ക്ലബ് ഹൗസിൽ ഞാൻ റൂം ഇടുമ്പോ മറ്റേ റസ്റ്റ് ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ, ഇതുണ്ടല്ലോ എന്ന് പറയും. ഇവിടെ കിട്ടിയ അപ്പൊ ഈ ഇങ്ങനത്തെ ഈ എല്ലാ നേറ്റീവ് കോഡ് ലാംഗ്വേജസും ഒന്നല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ C++ നേറ്റീവ് കോഡ് പ്രൊഡ്യൂസ് ചെയ്യും, C ആൻഡ് C++. മറ്റേ സ്വിഫ്റ്റ് നേറ്റീവ് കോഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതൊന്നല്ല. കാരണം സ്വിഫ്റ്റിന്റെ കൂടുതൽ റൺ ടൈം ഉണ്ട്. ഇനി ഗോയുടെ കേസിലാണെങ്കിൽ നിങ്ങൾ ഗോ വെച്ചിട്ട് 5.SO അല്ലെങ്കിൽ 5 ഗോ പ്ലഗിൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 റൺ ടൈം ഉണ്ടാവും ഓരോ ഇതിന്റെ കൂടെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഈ ഒരു നൈവായിട്ടുള്ളൊരു വ്യൂ ഉണ്ട് വേൾഡിനെ കുറിച്ച്. അപ്പൊ ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് എഞ്ചിനീയറിംഗ് ലെവലില് ഉള്ള അനുഭവം അല്ല ആൾക്കാരുടെ ഒപ്പീനിയൻ കേട്ടാൽ. അപ്പൊ ഈ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഫിലോസഫിയിൽ പറയും, അതായത് എക്സ്പെർട്ട് ടെസ്റ്റിമണി, മലയാളത്തിൽ പറഞ്ഞ ശബ്ദം എന്ന് പറയും സംസ്കൃതത്തിലൊക്കെ, അതായത് വേദാന്തത്തിലൊക്കെ. അതേമാതിരി തന്നെ ഈ വെർബൽ ടെസ്റ്റിമണി, ഇപ്പൊ അതൊന്നും ശാസ്ത്രത്തിന് ആധാരമല്ല എന്ന് പറയും, അല്ലേ? ഇപ്പൊ ന്യൂട്ടൺ പറഞ്ഞുകൊണ്ട് ഒരു സാധനം ശരിയല്ല എന്ന് പറയും. പക്ഷെ അത് എഞ്ചിനീയറിംഗില് ഇപ്പൊ ന്യൂട്ടൺ പറഞ്ഞാലോ ഇനിയിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ശ്രീധരൻ പറഞ്ഞ ബ്രിഡ്ജിനെ കുറിച്ചൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവരുടെ അഭിപ്രായം നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കും. നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ അത് വാലിഡേ ആയിരിക്കില്ല. ഈ എക്സ്പെർട്ട് ടെസ്റ്റിമണി ഞാൻ വേറെ കോണ്ടെക്സ്റ്റാണ്, ഞാൻ നിയമത്തിന്റെ ഇതിലാണ് കേട്ടേക്കണത്. അത് ഫിലോസഫിയിൽ എങ്ങനെയാണ് അത് വരിക? പിന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഫിലോസഫിയില് ഓക്കെ, ഇപ്പൊ വേദാന്തത്തിന് 6 പ്രമാണമുണ്ട്. അതായത് പ്രത്യക്ഷം അഥവാ പെർസെപ്ഷൻ, 2 ഇൻഫറൻസ് അഥവാ അനുമാനം. ഇൻഫറൻസ് തന്നെ 3 രീതിയിലുണ്ട്. അതായത്
ഇൻഡക്റ്റീവ് ഇൻഫറൻസ്, ഡിഡക്റ്റീവ് ഇൻഫറൻസ്, അബ്ഡക്റ്റീവ് ഇൻഫറൻസ്. അപ്പോൾ ഇൻഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസേഷൻ, ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഇൻഫറൻസ് പറഞ്ഞാൽ ജനറലി നിന്ന് സ്പെസിഫിക്കലായിട്ടോ സ്പെഷ്യലൈസേഷൻ എന്ന് വിളിക്കാം. അബ്ഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തത് കീഴനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ആ ടൈപ്പ്, അതായത് ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അബ്ഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറയും. പിന്നെ മൂന്നാമത്തത് മറ്റേ വേദാന്തത്തിലൊക്കെ പറയണത് ഇതാണ്, മറ്റേ കമ്പാരിസൺ അഥവാ അനോളജിയാണ്. ഓക്കെ. നാലാമത്തത് അവർ പറയണത് ശബ്ദം അഥവാ എക്സ്പെർട്ട് ടെസ്റ്റിമണി. ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയുടെ കോണ്ടെക്സ്റ്റിൽ വേദങ്ങൾ, പ്രാമാണിക ഗ്രന്ഥങ്ങൾ, പിന്നെ ഈ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ എടുക്കും, മനസ്സിലായില്ലേ. പിന്നെ അർത്ഥപതി അഥവാ പോസ്റ്റുലേഷൻ, ഫോളോ ബേസ്ഡ് ഓൺ ദിസ് ആക്സിയംസ് ഇന്നത് കറക്റ്റ് ആണെന്നുള്ളത്. പിന്നെ സിക്സ്ത് ആബ്സെൻസ്. ഇങ്ങനെ 6 പ്രമാണങ്ങളുണ്ട്. ഓക്കെ, അദ്വൈതത്തിൽ. അപ്പൊ അതിലെ ആദ്യത്തെ 2 പ്രമാണങ്ങൾ, അതായത് പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷം, പിന്നെ ഇൻഫറൻസ് അഥവാ അനുമാനം, അതിലെ ഡിഡക്റ്റീവ് ഇൻഫറൻസും പെർസെപ്ഷനും മാത്രമേ മോഡേൺ സയൻസ് എടുക്കുന്നു. ഓക്കെ. എന്ന സ്ഥാനത്ത് മോഡേൺ എഞ്ചിനീയറിംഗ് മറ്റേ പെർസെപ്ഷനും മറ്റേ ഇൻഫറൻസും പിന്നെ ഇതും എടുക്കുന്നുണ്ട്. ഏതാ? ശബ്ദം അഥവാ എക്സ്പെർട്ട് ടെസ്റ്റിമണി. ഇപ്പൊ നിങ്ങൾക്ക് അത് ഇപ്പൊ ഈ കോടതിയിലൊക്കെ നിയമപരമായ ഇതിലാണെങ്കിലും ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പൊ എന്താ പറയാ, ലോഡ് കയറ്റി, ഇപ്പൊ ബാങ്ക് ആ റോഡിന്റെ കർവേച്ചർ തെറ്റിയത് കൊണ്ടാണ് ലോഡ് വീണതെന്ന് തെളിയിക്കണം എന്ന് വെച്ചു. അപ്പൊ അവിടെ ഒരു ഫിസിസിസ്റ്റ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ വന്നിട്ട് ടെസ്റ്റിഫൈ ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ ലീഗൽ ഇതിൽ മാത്രമല്ല, ഇപ്പൊ ബിറ്റ് കോയിൻ വന്നു. അപ്പോ അമേരിക്കൻ ഗവൺമെന്റ് ബിറ്റ് കോയിൻ ഇറക്കണോ വേണ്ടയോ, അത് ഇത് ചെയ്യണോ എന്നുള്ളതിന് കോൺഗ്രഷണൽ ഹിയറിംഗ് നടക്കുമ്പോ ഈ മറ്റേ ബിറ്റ് കോയിന്റെ ഉസ്താദക്കന്മാരൊക്കെ വന്ന് അവിടെ ഇരുന്നിട്ട് ടെസ്റ്റിമണി കൊടുക്കും. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതാണ്. അപ്പൊ എക്സ്പെർട്ട് ടെസ്റ്റിമണി ഒരു ആധാരമാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ എക്സ്പെർട്ട് ടെസ്റ്റിമണി കറക്റ്റ് ആവാം, പക്ഷെ സിൻസ് അയാളുടെ ഹാലോ എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഇപ്പൊ എന്നെമാരിൽ ഒരാള് അയാളുടെ ക്രെഡൻഷ്യൽ ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ പറയുന്നത് തെറ്റാന്ന് പറയും. അല്ലെ, ഇതിന്റെ വേറൊരു വശം പറഞ്ഞുതരാം. സംബഡി ഈസ് ആൻ MVP. ഓക്കെ. അപ്പൊ ഒരു MVP പറയണത് അബൌട്ട് മൈക്രോസോഫ്റ്റ് ടെക്നോളജി പറഞ്ഞത് ശരിയാണെന്നാണോ? ഒരു ഇത്ര ആ ലെവലിലൊന്നും MVP ഒന്നും അല്ലാത്ത ഒരാൾ പറയുന്നതാകുമ്പോ സ്വാഭാവികമായിട്ടും MVP പറയണത് കറക്റ്റ് ആണെന്നല്ലേ പറയുള്ളൂ. അപ്പൊ ആ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ തെറ്റെന്ന് വെച്ചാൽ നാട്ടിലുള്ള ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ഡംപ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഗെയിം. ഇതിലൊക്കെ ഇല്ലേ, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാൾ തന്നെ അപ്പൊ മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള MVP ഒരു കാര്യം പറയണു, വേറെ പ്രത്യേകിച്ച് അങ്ങനെ സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളൊരു കാര്യം പറയണം. അപ്പൊ അയാൾക്ക് സർട്ടിഫൈഡ് അല്ല, MVP സർട്ടിഫിക്കേഷൻ അല്ലട്ടോ. അല്ല, സർട്ടിഫൈഡ് എന്ന് വെച്ചാൽ ലൂസ് സെൻസിൽ ഉദ്ദേശിച്ചത്, അതായത് അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അല്ല, ഒരു മിനിറ്റ്. RMVP എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു ഒരു പിടി. അപ്പൊ RMVP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൈക്രോസോഫ്റ്റ് എന്താ വെച്ചാല് MVP-കളുടെ ബ്രെയിൻ പൂൾ ചെയ്യാൻ വേണ്ടി ഒരു പോർട്ടലൊക്കെ ഉണ്ടാക്കി എന്തോ ബാഡ്ജ് ഒക്കെ കൊടുത്തു. അപ്പൊ MVP എന്ന് പറയുന്ന സാധനം ഒരു ആനുവൽ അവാർഡാണ്. ഓക്കെ. മൈക്രോസോഫ്റ്റ് കമ്മ്യൂണിറ്റിക്ക് സെർവ് ചെയ്യുന്നതിന്. ഓക്കെ. അപ്പോ മറ്റേതുണ്ടല്ലോ MVP മറ്റേ ആനുവൽ അവാർഡാണ്. പക്ഷെ ഞാനൊരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്, MVP is a reward masqueraded as an award. മനസ്സിലായി. പണ്ട് പാണമ്പാട്ട് പാടുന്നതിന് വരെ മൈക്രോസോഫ്റ്റിന് പാണമ്പാട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പാടി കുറച്ച് റീജിയണൽ ഡയറക്ടേഴ്സിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ആൾക്ക് MVP ആവാന്നാണ് മതം. പക്ഷെ അത് അങ്ങനെ നോക്കുന്ന 1000 പേരുള്ളത് കൊണ്ട് അത് ടഫ് ആവുന്നത്. പണ്ട് കൊച്ചിൻ .NET യൂസർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരു ജിഗ്നേഷ് മേവാനി അങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാർ വരും. ജിഗ്നേഷ് സംഘാനി. ഇവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു MVP ആവാൻ വേണ്ടി ബ്ലോഗ് ചെയ്യുക, ക്രെഡൻഷ്യൽ വേണ്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ MVP ശരിക്കും പറഞ്ഞ ഒരു അവാർഡാണ്. അതൊരു ഹ്രസ്വകാലത്തേക്ക്, ഒരു കൊല്ലത്തേക്കാണ് കൊടുക്കുന്നത്. സൈക്കിൾ ഉണ്ട്, ജൂണും ഉണ്ട്, ഡിസംബറും ഉണ്ട്. അപ്പോ ഈ
MVP എന്ന് പറയും 18-ാം പടി കയറണമില്ല, ഞാൻ ഒരു പടി കയറി അയ്യപ്പനാന്ന് പറയും. അപ്പോൾ നീ ഒരു പടിയില്ല, ഞാൻ 6 പടി കയറി. അപ്പൊ ഒരു പ്രാവശ്യം MVP ആയി കഴിഞ്ഞാൽ ലക്കൊണ്ടാന്ന് പറയും. അപ്പൊ അടുത്ത തവണ MVP ആവും. ഇതൊരു തരം ഇങ്ങനെ MVP ആവാൻ വേണ്ടി ഇവന്മാര് ശരിക്കും പറഞ്ഞാൽ ബിലോ ആവറേജ് പ്രോഗ്രാമേഴ്സ് ആവാൻ അധിക സമയം വേണ്ട. അല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അറിയാലോ, അപ്പൊ ചെന്ന് അടി വാങ്ങിക്കും. അപ്പൊ അതിപ്പോ കേമക്കില് സംഭവം ഉണ്ടായി. അതായത് മറ്റേ ഈ രാജീവ് എം എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളി ഒരു കിടിലൻ മെഷീൻ ലേണിംഗ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ അണ്ണന്മാർ എന്ത് ചെയ്തു, കേമക്കിലെ അണ്ണന്മാര് മൈക്രോസോഫ്റ്റ് അസൂർ ML കുറിച്ചൊരു സെഷൻ എടുത്തു. അവന്മാര് വന്ന് കരിമ്പും കൂട്ടി ആന കയറി മാരി അടിച്ച് നശിപ്പിച്ചു. കാരണം അവര് മറ്റേ അതിന്റെ അൽഗോരിതം മറ്റേ സംസാരിക്കുമ്പോ ഇവരതിന്റെ ടൂളാ സംസാരിച്ചത്. ശരിക്കും 2 യുഗത്തിൽ നിന്നുള്ള ഒരു സംസാരിച്ചുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണത്, മനസ്സിലായില്ലേ? അതൊക്കെ കുറെയൊക്കെ നമ്മള് പരിസരബോധത്തോടെ നോക്കണ്ടേ. വന്ന ആൾക്കാർ പെശകാണെങ്കിൽ അവരോട് പറയണ്ടേ, ഇന്നതാണ് ഞങ്ങൾ എടുക്കുന്നത്, ഇവിടുത്തെ ഗ്രൂപ്പിന്റെ ഈത്തോസ് ഇതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായിരുന്നു. അപ്പൊ അതിഥി ദേവോ ഭവയാണല്ലോ, അവന്മാര് പെരുകിയിട്ട് പോയി, നോക്കി കണ്ടു വന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഒരു സാധനം ആപ്ലിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കുമ്പോ നാട്ടില് ആൾക്കാർ വേറെ ആയിട്ട് കാണും, മനസ്സിലായില്ലേ? അപ്പോ ഈ പ്രശ്നമുണ്ട്. അപ്പോ ഈ RMVP എന്ന് പറഞ്ഞ XMVP ആണ്. അപ്പൊ ഈ MVP-യുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ജോലി കിട്ടൂല കുറെ കഴിയുമ്പോ. എനിക്ക് റഫറൽ ജോബ്സ് ആയിട്ടിരുന്നേ. അതുകൊണ്ട് ഞാനൊരു 2009 മുതൽ 2014 വരെ ഞാൻ സീരീസ് ഓഫ് ബ്ലോഗ് എഴുതുമായിരുന്നു ഇതിനകത്ത്, മനസ്സിലായില്ലേ? അപ്പൊ എന്നെ ഒരാളെ പറ്റിച്ചിട്ടുണ്ട് MVP ആക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു കൊല്ലം നോക്കിയപ്പോ പഴയ MVP-മാരൊന്നും ഇല്ല. അപ്പൊ എന്നെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ കൊല്ലം ഞാൻ വലിയ ഇതൊന്നും ചെയ്തില്ല. പക്ഷെ ഒരാൾക്ക് MVP ആവാൻ വേണ്ടി എന്നെ പെടുത്തിയതാ. എന്നിട്ട് ഞാൻ കുറെ പേർക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്തുന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും അവനെ വിട്ടിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഇന്നും കൂടി ഞാൻ കേട്ടോളൂ, MVP എനിക്ക് കിട്ടാത്തോണ്ട് അസൂയുള്ളത് കൊണ്ട്. അപ്പൊ ഈ RMVP-യുടെ പേരിൽ അടി നടന്നു. അപ്പൊ ആ പുള്ളി എന്നെ അറ്റാക്ക് ചെയ്തു, എനിക്ക് കിട്ടാത്ത മുന്തിരിയാണെന്ന്, മനസ്സിലായില്ലേ? ഇന്നും കൂടി എനിക്ക് ആ അറ്റാക്ക് കിട്ടിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് പെട്ടെന്ന് വന്നപ്പോ ഇത് എടുത്തിട്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഈ MVP ഇസ് എ റിവാർഡ്, മാസ്ക്വറേഡ് ആസ് ആൻ അവാർഡാണ്. പിന്നെ MVP-യുടെ വേറൊരു ഇതെന്ന് വെച്ചാൽ, കന്നിമാസത്തിൽ പട്ടികൾ വേഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കണ മാതിരി ജൂണിലും ഡിസംബറിലും ഉടുപ്പ് കന്നിച്ച് കാത്തിരിക്കും MVP-കൾ. ഇവിടെ കിട്ടിയ. പിന്നെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യ, MVP ആയതിന്റെ പണിയെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റിന് വേണ്ടി ബ്ലോഗ് ചെയ്യലാണ്, പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യലില്ല. പിന്നെ അതിൽ തന്നെ ദാസൻ MVP ഉണ്ട്, വിജയൻ MVP ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഇത് കാരണം അപ്പൊ ഇങ്ങനെയാണ് ഈ ഗ്രൂപ്പുകള് മറ്റേ ഇപ്പൊ എന്താ പറയാ, വേറെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവണം, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇതൊക്കെ ഈ ഒരു റെസ്ട്രിക്ഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അധികാരവർഗത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നോക്കിയാൽ, അല്ലാണ്ട് ഒരു ഗ്രൂപ്പിന്റെ സമവായത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഇന്റലക്ച്വൽ ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലേ? ചെറുതെ വളരെ തോട്ട്സ്. അതെ അതെ, അല്ല ഇത് ഇപ്പൊ ലാല് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇല്ല, അത് അതിന്റെ സെൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോ ജൂനിയർ ആയിട്ട് ഒരാൾക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ചോദിച്ചു വന്നത്. അതെ അതെ, അതില് ഇതൊരു ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു റാഷണൽ ആൻഡ് എംപിരിക്കൽ ആക്ടിവിറ്റി അല്ലേ? അവിടെ പുറത്തു നിന്ന് ഒരാൾ പറയുന്നത് വെരിഫൈ ചെയ്യാനുള്ള മീൻസ് ഉണ്ടല്ലോ. ജസ്റ്റ് ബിക്കോസ് ഒരാൾ പറഞ്ഞു എന്ന് കരുതി നമ്മളത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന ഫെയ്ത്ത് ബേസ്ഡ് ആക്ടിവിറ്റി ഒന്നല്ലല്ലോ അത്. അല്ല, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഇപ്പൊ നമുക്ക് നമ്മൊരു സിറ്റുവേഷൻ വന്ന എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ ഡോക്ടർ ഒരു കാര്യം പറയുകയാണ്, ഇങ്ങനെയാണ് ABC പുള്ളി പറഞ്ഞു. അപ്പൊ പുറത്ത് നിന്ന് ഡോക്ടർ അല്ലാത്ത ഒരാള്, നമുക്ക് പരിചയമുള്ള ഒരാള് നമ്മളെ വിളിച്ചിട്ട് XYZ പറഞ്ഞു, നമ്മ ഓട്ടോമാറ്റിക് ആയിട്ട് ഡോക്ടറെ വിശ്വസിക്കാനല്ലേ നിക്കുള്ളൂ. അത് ഈവൻ ഈ അനലോഗി തന്നെ തെറ്റാ. ഇത് ഫണ്ടമെന്റലി തെറ്റാണല്ലോ, കാരണം ഇത് ഡോക്ടേഴ്സ് അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതൊരു ആർബിട്രറി ലേബൽ. അത് ഞാൻ കുറച്ചുകൂടി സഭ്യമായ ഭാഷ പറഞ്ഞല്ലോ.
അതായത് ഹെൽത്ത് കെയർ ഒരു റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയാണ്. അവിടെ ഒരു സീരീസ് ഓഫ് ബെറ്റിംഗ് കഴിഞ്ഞാൽ ഒരാൾ ഡോക്ടർ ആവും. സോഫ്റ്റ്വെയർ ഒരു റെഗുലേറ്റഡ് ഇൻഡസ്ട്രി അല്ല. പിടികിട്ടിയ അപ്പോ പിന്നെ സോഫ്റ്റ്വെയർ മോർ അബ്സ്ട്രാക്ട് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ആ അനലോജി അത്രയും കറക്റ്റ് അല്ല. മനസ്സിലായില്ലേ? സി അത് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് വെച്ചാല് ക്രെഡൻഷ്യലിംഗ് കുഴപ്പമില്ല. അതെനിക്ക് മനസ്സിലായി. അതായത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 2 വ്യാജ ഡോക്ടേഴ്സ് ഉണ്ട്, അതിൽ ആര് പറയുന്നത് കറക്റ്റ് ആണെന്ന് അങ്ങനെ എടുക്കുന്നല്ല, വെറുതെ പറഞ്ഞാണ്. അതായത് ഒരാളുടെ തലയിൽ തൊപ്പിയുണ്ട്, ഒരാളുടെ തലയിൽ തൊപ്പിയില്ല. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. മനസ്സിലായ? അപ്പൊ തൊപ്പി വെച്ചു എന്ന് കരുതി മറ്റേ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുന്നില്ല. ഒരു ആർബിട്രറി സാധനമാണ്. അത് ചിലപ്പോ നിനക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് വേറെ അതർ മീൻസ് എടുക്കണം. അപ്പൊ എന്താണ് അതർ മീൻസ് എന്നുള്ളതാണ് റിയൽ ക്വസ്റ്റ്യൻ. അല്ല ഇത് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് അത് എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, മേ ബി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി മീറ്റപ്പിൽ പോയിട്ടുള്ള ആളെ ഞാനാവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? സാധാരണ മീറ്റിങ്ങിന് പോയില്ല. അപ്പൊ ഈ പല ഗ്രൂപ്പൊക്കെ പഠിക്കുമ്പോ കറക്റ്റ് ആണെന്നല്ല, ഓരോ ഗ്രൂപ്പും അതിന്റെ ഫോളോവേഴ്സ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഗ്രൂപ്പിന് തന്നെ പ്രശ്നമുണ്ട്. ഇപ്പൊ നല്ല കുളിച്ച് ഡിയോഡറന്റ് ഒക്കെ ഇട്ട് ഒരു മണമില്ലാത്ത ആൾക്കാരെയൊക്കെ കാണണമെങ്കിൽ ക്യാമറയിൽ പോകണം അല്ലേ? പിന്നെ അതിന് ഒരു കാലത്ത്, അതായത് ഒരു 6 lakh per annum ഒക്കെ ആവറേജ് സാലറി ഉള്ളവർ അവിടെ വരും. മനസ്സിലായ? ഒരു സമയത്ത് അന്ന് 6 lakh was ഗുഡ് മണി. ഇപ്പൊ എല്ലായിരിക്കും. അപ്പൊ ഞാനൊക്കെ തുടങ്ങിയത്. അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റലക്ച്വൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഒരു സെറീനിറ്റിയും ഒരു എന്താ പറയാ കുറെ ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത്ര ഒപ്പീനിയനേറ്റഡ് അല്ല. ഈ ലിനക്സ് മറ്റേ ഈ പൈത്തൺ ഗ്രൂപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡ് പൈത്തൺ ഗ്രൂപ്പും മറ്റേതൊക്കെ കാണുമ്പോഴാണ് ഇപ്പോഴത്തെ കേമക പോലെ അടിപൊളിയായിരിക്കും അല്ലേ? മനസ്സിലായോ? അതായത് പക്ഷേ there is scope for improvement for KMX still എന്ന് ഞാൻ പറയും. മനസ്സിലായോ? കാരണം ഈ മറ്റിപ്പോ ലിനക്സ് യൂസർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം, ഇന്ത്യൻ ലിബറേ യൂസർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഐലഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാല് മറ്റേ ഈ മറ്റേ സന്ദേശത്തിൽ പറഞ്ഞ മാതിരിയാ. മനസ്സിലായില്ലേ? അതായത് ലൈസൻസിങ്ങിനെ കുറിച്ച് സംസാരിക്കും, എന്നിട്ട് ചായം പരിപ്പെടുകയും കഴിക്കും, വീണ്ടും ലൈസൻസിങ്ങിനെ കുറിച്ച് സംസാരിക്കും. അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ടോക്ക് ഉണ്ടാവും 15 മിനിറ്റിന്റെ. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ വേരിയബിലിറ്റി ഉണ്ട്, ക്വാളിറ്റി, ഒരു ബേസ് റേറ്റ് ക്വാളിറ്റി ഉണ്ട്. അതായത് ആക്ഷനബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്. മനസ്സിലായില്ലേ? അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ .NET നിന്ന് ജാവ അഡോപ്റ്റ് ചെയ്ത ഒരു സമയത്ത് സീരീസ് ഓഫ് ജാവ പ്രൊജക്ട്സ് വർക്ക് ചെയ്യുമ്പോഴും എന്റെ .NET-ലോട്ടുള്ള വിൻഡൊക്കെ ആയിരുന്നു. ആ ഡയലോഗ് ഒന്നും ഞാൻ അതിനൊന്നും ഇല്ല. പക്ഷെ നമുക്ക് എങ്ങനെ അപ്പൊ എന്തോട്ട് വെച്ചിട്ട് ഒരു ഹയറാർക്കി വരുമെന്ന് മാത്രമല്ല, ആൾക്കാർക്ക് ഒപ്പീനിയൻ പറയാൻ പേടിയാ. അപ്പൊ എന്നിട്ട് അവര് ചെയ്യണ എന്താ അറിയുമോ? ഞാൻ ചോദ്യം ചോദിക്കും ഒരാളെ സെഷൻ എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് സെഷൻ മറ്റേ സ്പീക്കർ ആവാൻ വേണ്ടി ആള് വരാത്തതെന്ന് പറയും. അത് കറക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പിൽക്കാലത്ത് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ചോദ്യം ചെയ്ത് കുറയ്ക്കരുതായിരുന്നു എന്നാണ്. കാരണം നമ്മള് ഒരുതരം ഇതുമാതിരി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലേ നല്ല സ്പീക്കേഴ്സ് ഉണ്ടാവുള്ളൂ. എന്തൊറ്റെന്ന് വെച്ചാൽ എൻട്രി ബാരിയർ ഇല്ലെങ്കിൽ കണ്ണി കണ്ടവനൊക്കെ സ്പീക്കർ ആവും. അവന് MVP ഒക്കെ കിട്ടും. പിന്നെ അവൻ പറഞ്ഞത് നമ്മൾ കേൾക്കണം. അങ്ങനെയൊക്കെ അവിടെ 2-3 സംഭവിച്ചിട്ട് ഇവര് തന്നെ പുറത്താക്കിന്ന്. അങ്ങനെ ഒരു ഫേമസ് കക്ഷിയുണ്ട്. പിന്നെ പുള്ളി വേറെ ടെക്നോളജിയിലൊക്കെ ഇട്ടാ പോയി. അപ്പൊ ഞാനിത് പറഞ്ഞ വെച്ചാല് 2003 തുടക്കത്തിലാണ് റോഷൻ ജെയിംസും പൂജ മൽപ്പാനിയും കൊച്ചി .NET യൂസർ ഗ്രൂപ്പ് തുടങ്ങുന്നത്. അവിടുന്ന് അതിങ്ങനെ ഓടിച്ചു കുറെ കഴിയുമ്പോ ഷാൽവിനും ഞാനും മാത്രമായിരുന്നു. മറ്റേ 2-3 പിന്നെ ഒരു മാത്യു സാറും വരും അമൃതയിലൊക്കെ ആയിരുന്നപ്പോ. എന്നിട്ട് ഇതിനൊരു ട്രാക്ഷൻ വരാൻ തുടങ്ങിയത് ശ്രീജുമോൻ എന്ന് പറഞ്ഞ പുള്ളി കോഴിക്കോട് കുറച്ച് ഇവന്റ് നടത്തി. അവിടെ ഒരു .NET യൂസർ ഗ്രൂപ്പ്, കൊച്ചി യൂസർ ഗ്രൂപ്പ്, പിന്നെ മറ്റേ ട്രിവാൻഡ്രം യൂസർ ഗ്രൂപ്പ്, പുള്ളി യൂഎസ്റ്റിയിൽ വർക്കിന്, ഇതൊക്കെ കൂടി ചേർത്ത് കേമൊക്കെ ഉണ്ടാക്കി 2008 നവംബറിലോ എന്തോ. അന്ന് മുതലാണ് ഇതിനൊരു ട്രാക്ഷൻ കിട്ടി തുടങ്ങിയത്. ഇറ്റ് വാസ് ഗോയിങ് ഗുഡ്. 2010 കഴിഞ്ഞപ്പോ ഇവിടെ MVP കുറെ പേര് MVP ആണ്. പിന്നെ MVP ഉള്ളവനോ ഇല്ലാത്തവനൊക്കെ മനസ്സിലായില്ലേ?
അപ്പൊ അങ്ങനെയാണ് ഈ ഗ്രൂപ്പില് എന്നാലും ബട്ട് ഇറ്റ് വാസ് ഗോയിങ്. എന്നുവെച്ചാൽ ഈ MVP ഇപ്പൊ ഞാൻ കുറച്ച് ബ്ലോഗ് എഴുതി അതിനൊന്നും ഒതുക്കിയിട്ട് അപ്പൊ ഈ ഫിസിക്കൽ മീറ്റിംഗിൽ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ വെർച്വൽ മീറ്റിംഗിലാണല്ലോ ഈ അഭിപ്രായവും പിന്നെ വേരിയബിലിറ്റി മറ്റേതുണ്ട്. അവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത്. പക്ഷെ അവിടെ ഒരു ഓൾഡ് ബോയ്സ് നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് പല സ്ഥലത്തുനിന്ന് ഇപ്പൊ ഈ എന്താ പറയാ ഈ ഇത് വന്നു. ഇപ്പൊ ഞാൻ തന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൈശാഖ് ബാബു എന്ന് പറഞ്ഞ പുള്ളി ഭാരതീയ ദർശനം എന്ന് പറഞ്ഞ ബുക്ക് കൊണ്ടു തന്നു 2 വോളിയം. അതായത് ഇന്ത്യയുടെ ഫോർമർ പ്രസിഡന്റ് സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ മറ്റേ ബുക്കാണ് ഏത്. അപ്പൊ ഞാൻ അതിന്റെ പടം എടുത്ത് ക്യാമഗിലിട്ട്. അപ്പൊ അത് ഗ്രൂപ്പിന്റെ കണ്ടന്റ്, അതായത് ഇന്ത്യയുടെ ഫോർമർ പ്രസിഡന്റിന്റെ ബുക്ക് എന്തോ മതേതരത്വത്തിന്റെ പേരും പറഞ്ഞ് അവന്മാര് എന്നെ പുറത്താക്കി ഒരാഴ്ചത്തേക്ക്. ഈ പുറത്താക്കിയവൻ RSS കാരനാണെന്ന് മനസ്സിലായ. അപ്പൊ അവന്റെ സെക്കുലറിസ്റ്റ് ഇതിനടിച്ചെന്നു. എന്ത് സെക്കുലറിസം? അത് അത്രയ്ക്ക് ആ ഒരു ഭൗതിക സ്വാതന്ത്ര്യം ഇല്ലാത്തതിന്റെ കുഴപ്പത് കിട്ടിയ. അപ്പോ എന്തുപറ്റി ആ സാധനം ഈ അതിന്റെ ഒരാഴ്ച ഉണ്ട്. ഞാൻ പിന്നെ കയറാൻ നിന്നില്ല. പിന്നെ എന്റെ ഗതികേടിന് നമുക്ക് ഈ മറ്റേ ക്ലബ് ഹൗസിൽ ഒരു മീറ്റിംഗ് നടന്ന കേരളത്തിൽ. അപ്പൊ അതില് ഒരു പുള്ളി സെഷൻ എടുത്തപ്പോ എനിക്ക് പരിചയമുള്ള ഒരു പുള്ളി പോയി അവരെ അവിടെ അടിച്ചിട്ട് നശിപ്പിച്ചു. മനസ്സിലായില്ലേ? അതോടെ കേമക്ക് ക്ലബ് ഹൗസിൽ കയറാതായി. അപ്പൊ ചിലപ്പോ അവര് വിചാരിക്കണ്ടാവും ഞാൻ ആളെ വിട്ടാന്ന്. എനിക്ക് അറിയൂലില്ല നടന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഈ എന്താ പറയാ ഈ ഒരു സമയത്ത് 3 കേമൊക്കെ ഉണ്ടായിരുന്നു, അറിയോ? അതായത് കേമക്ക് പ്രോപ്പർ ശ്രീജുമോൻ ഉണ്ടാക്കിയത്. പിന്നെ കോയാമഗ് എന്ന് വിളിക്കുന്ന വെച്ചാൽ ഒരു മലപ്പുറത്തൊരു കോയച്ചെറുക്കൻ. അവൻ തമിഴ്നാട്ടിൽ എവിടെയോ പഠിച്ചു. അവന്റെ ഞാൻ ഈ പിന്നെ ഒരു സാമഗ് ഉണ്ടായിരുന്നു, സാഫിലിന്റെ ഗെയിം. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ മൂന്നിലും പോയി പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോ കോയാമഗ് വഴി ഞാൻ 2-3 പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. കേമക്കിലാണ്. സാമഗിൽ ഒരു 4-5 ചെയ്തത്. വെച്ചാല് സാമഗിന്റെ പേര് സാമഗ് എന്നല്ല, അതിന്റെ പേരാ. അതായത് അതിന്റെ പേര് എന്തൊരു നെറ്റ് ഇതായിരുന്നു. എന്തായിരുന്നു ചേർത്തെ? സാപ്പിലൊരു മീറ്റിംഗ് എടുത്ത് വരുന്നല്ല മോപ്പ് കോൺഫ്. അപ്പൊ അവർക്ക് മൈക്രോസോഫ്റ്റിൽ ഇവിടെ ഫണ്ടിങ്, കാരണം MVP ഫണ്ടിങ് ഒക്കെ കഴിഞ്ഞ് കേമക്കാണ് റിച്ച് ഇതൊക്കെയാണ്. അപ്പൊ ഈ കേരള കോൺഗ്രസിനെ കുറിച്ച് തന്നെ വളരുന്നതോറും വളരുന്നതോറും വളരുക എന്നുള്ള രീതിയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ ചെറുക്കനെ ഇപ്പൊ കാണാനില്ല. മറ്റേ പുള്ളി കമ്പനി നടത്താൻ പോയി. കേമക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഒരു കാര്യത്തിൽ ഇപ്പൊ ഒരു ലോങ്സ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കേമക്ക് തന്നെയാണ്. ഞാൻ നാട്ടിലുണ്ടെന്ന് ഞാൻ എല്ലാം പറഞ്ഞു. ഇപ്പൊ ഈവൻ ഇതുണ്ടായാലും ഞാൻ ആ മീറ്റിങ്ങിന് പോയിരുന്നുണ്ടോ. അപ്പൊ എന്നെ പുറത്താക്കിയ ആളായിട്ടും എനിക്ക് റിലേഷൻഷിപ്പ് കുഴപ്പമില്ല. ഞാൻ ഓൺലൈൻ ഗ്രൂപ്പിൽ നിന്ന് മാറിയുന്നുണ്ട്. കാരണം ഏറ്റവും അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് വേണമെങ്കിൽ സാല നടത്തുകയാണെന്ന് പറയാലോ. കാരണം സാല കുറച്ച് ലിബറൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് സെഷൻസ് ഒക്കെ വരെ നടന്നിട്ടുണ്ട് അതില്. അപ്പൊ ഒരു സ്വാല അമാനി എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. ഓക്കെ, അപ്പൊ പുള്ളി കേരള ജാവ യൂസർ ഗ്രൂപ്പ് നടത്തുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പോകുമായിരുന്നു. അവിടെയാണ് കുറച്ചും കൂടി ഒരു എന്താ പറയാ ഇതുണ്ടായത്. അതായത് നമുക്ക് വിഷയത്തിൽ പരിധികളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഇതുണ്ടായിരുന്നു. അപ്പൊ റാൻ വെൽ ഫോർ ഞാൻ പറഞ്ഞില്ലേ, ഈ മറ്റേ വൈഭവ് എന്ന് പറഞ്ഞൊരു പുള്ളി വന്നിട്ട് ഓപ്പൺ JDK കുറിച്ച് സെഷൻ എടുക്കും. അതിനെ കുറച്ച് കാലം ഓടിയത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞാല് പിന്നെ കേരള JS ഉണ്ടായിരുന്നു. പിന്നെ ബാർ ക്യാമ്പിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈബ്രന്റ് ടെക്നിക്കൽ കമ്മ്യൂണിറ്റി ഉണ്ടായത്. അങ്ങനെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കേമക്ക് ഒരു ഗോഡ് സെന്റ് ആയിരുന്നു. കൊച്ചിൻ .NET. കാരണം പിൽക്കാലത്ത് എനിക്ക് ബുക്ക് എഴുതാനും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയതിൽ അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ തന്നെയാണ്. അതായത് ഐ ഹവ് ലേൺ ഫ്രം എവരി വൺ, എന്റെ ശത്രുക്കളുടെ. മനസ്സിലായില്ലേ? അതേമാതിരി മറ്റേ ഓപ്പൺ സോഴ്സ് ഓൺ അസുർ തുടങ്ങിയ കാലത്ത് മറ്റേ അവിടെ ഞാൻ സംസാരിച്ചത് എനിക്ക് വേണേ കോയാമഗ് വഴിയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ ഇതിനൊക്കെ
അപ്പോഴും ഈ ഒരു സംഭവം വരില്ലേ, അതായത് നമ്മ ഗ്രൂപ്പ് ലിബറലായിട്ട് ഇടുവാണെന്ന് വെച്ചോ, എന്നാൽ പോലും ഗ്രൂപ്പ് വലുതാവുമ്പോ കുറച്ച് റെസ്ട്രിക്ഷൻസ് നമ്മ കൊണ്ടുവരേണ്ടി വരുമല്ലോ. അല്ല അതുണ്ട് പക്ഷെ അത് കണ്ട് അത് കണ്ടന്റിലായിരിക്കരുത്. എപ്പിസ്റ്റമിക് വാല്യൂ ഓവർ ചെയ്യുന്ന ഒരു റെസ്ട്രിക്ഷനും കൊണ്ടുവരാൻ പാടില്ല. അതായത് ഭൗതിക പ്രബുദ്ധത കുറയ്ക്കുന്നത് ഒന്നും കൊണ്ടുവരാൻ പാടില്ല, മനസ്സിലായില്ലേ? ഇതിപ്പോ നടത്തിപ്പിലൊക്കെ ആവാം. ഓക്കെ, ശരി. അപ്പൊ ഒരു കുട്ടി അല്ല ഇപ്പൊ അങ്ങനെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു ഔദ്യോഗിക നിലപാടുള്ള മാതിരിയാണ് തോന്നുന്നത്. ഇവിടെ കിട്ടിയ ഞാൻ പറയട്ടെ, ഇപ്പൊ കമ്മ്യൂണിറ്റി കണ്ടന്റ് ക്യൂറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഗ്രൂപ്പുകളുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെ. ഇപ്പൊ ഞാനൊരു സംബന്ധിക്കട്ടെ, ഇപ്പൊ പാർട്ടി ബേസ് എന്തെങ്കിലും സംഭവങ്ങളുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു സ്പെസിഫിക് പാർട്ടിയിലുള്ള ഒരാളും കുറച്ച് അതേ പാർട്ടിയിലുള്ള കുറച്ച് പേരും ചേർന്ന് ആ പാർട്ടിയുടെ റിലേറ്റ് ചെയ്ത ടോപ്പിക്സും മീറ്റിംഗ്സും ഒക്കെ നടത്തുവാണെങ്കിൽ നമ്മ അത് എന്തോരം അത് അലോ ചെയ്യണോ? അല്ല അതായത് ഈ പറയുന്ന അനലോഗി ഒക്കെ നമുക്ക് അപ്ലിക്കബിൾ ആണ്. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള അംബർല ഉണ്ട്. അതിനകത്ത് നമ്മൾ അപ്ലൈഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പോ സർവീസ് ഇൻഡസ്ട്രി ആകുമ്പോൾ ആ എക്കണോമിക് വാല്യൂ ചെയിന്റെ ലീഫ് എൻഡിലാണ്. അപ്പോ ആ കമ്പ്യൂട്ടർ സയൻസ് എന്ന അംബർലയുടെ അകത്ത് വരുന്ന എന്തും ചെയ്തൂടെ? അപ്പൊ അതിലും പിന്നെ അത് മാത്രമല്ല, അംബർലയിൽ റിലേറ്റഡ് സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പൊ ഫിലോസഫി ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, മാത്തമാറ്റിക്സ് ആയിട്ട് ഹെവിലി റിലേറ്റഡ് ആണ്. മനസ്സിലായോ? അപ്പം ഈ മറ്റേ പാർട്ടി ഇപ്പൊ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് അത് സ്പെസിഫിക്, അവിടെ എപ്പിസ്റ്റമിക് ഗോൾ അല്ലല്ലോ. അവർക്ക് ഇൻസ്ട്രുമെന്റൽ ഗോളാണ് ഡയറക്റ്റ്ലി ഉള്ളത്. ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ മാസ് ഐക്കി മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും അവിടുത്തെ ഗോള്. അല്ല അത് ശരത്തെ ഒരു സോറി ഫോർ ദ ഇന്ററപ്ഷൻ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പ്രതിധ്വനി എന്നുള്ള ഒരു ഗ്രൂപ്പ് കേട്ടോ? കേട്ടിട്ടുണ്ട്. ഈ പ്രതിധ്വനി എന്നൊക്കെ ഒരു IT ടേം അല്ലല്ലോ, അത് നമുക്കൊരു വിപ്ലവ ടേം ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? എക്കോ എന്നല്ലേ എന്റെ മലയാളം, അല്ല എന്റെ ഇംഗ്ലീഷ് അല്ലേ? അതെ. അപ്പൊ എക്കോയിങ് ദ സെന്റിമെന്റ്സ് ഓഫ് പ്രോഗ്രാമേഴ്സ് ആയിരിക്കും. പിന്നെ പ്രോഗ്രസീവ് ടെക്കീസ് പറഞ്ഞിട്ട് കൊച്ചിയിലുണ്ട്. ഇത് രണ്ടും സെയിം ആൾക്കാരുടെ തന്നെയാണ്. അതായത് കോളേജിൽ SFI ആയിട്ട് വന്നിട്ട് സഹാക്കന്മാരെ നടത്തുന്നതാണ്. അപ്പൊ പക്ഷെ വരാറുണ്ട് പ്രതിനിധി ടു ബി ഫെയർ വിത്ത് ദം, ഇറ്റ്സ് എ വെൽ കണ്ടക്റ്റഡ്. മനസ്സിലായില്ലേ? ഞാൻ അവിടെ കുറെ വെല്ലൊക്കെ പോയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഒറ്റ കാര്യം അവിടെ പിടിക്കാത്തത്, അതായത് പ്രോഗ്രാമേഴ്സിനെ പിച്ചക്കാരാക്കും. ഈ ഇൻഡസ്ട്രി തൊഴിലൊക്കെ തരുമെന്ന് പറഞ്ഞാലും കുറച്ച് പൊങ്ങച്ചുള്ളവനും ഒരു ഹുബ്രീസ് ഒക്കെ ഉള്ളൊരുത്തിന് പറഞ്ഞ ഇൻഡസ്ട്രി അത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമുക്ക് മറ്റേ കോമ്പറ്റീറ്റീവ് ആവാൻ പറ്റില്ല. അപ്പൊ തൊഴിലാണിത്, സമ്മതിച്ചു. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഈ ആ ഗ്രൂപ്പിന്റെ നല്ല ടെക്നിക്കൽ പ്രസന്റേഷൻ ഒക്കെ അവിടെ ഉണ്ടാവാറുണ്ടെങ്കിലും ആ ലാംഗ്വേജ് ഉണ്ടല്ലോ ഒരു കുറച്ചും കൂടി ശരിയാണ്. ഇപ്പൊ കോമൺ മാൻ, എനിക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ദർ സെന്റിമെന്റ്. അവർക്കൊരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉള്ള ഒരു ഗ്രൂപ്പായിട്ടും കൂടെ ആക്ച്വലി അവര് ടെക്നോ പാർക്കിന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിലും ഇപ്പൊ ഞാനൊക്കെ പ്രോഗ്രാമിങ്ങിനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ബോറടിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടും, പിന്നെ വിദേശത്ത് പോവാം. ബൂർഷകളുടെ ഇൻഡസ്ട്രി അത് IT, മനസ്സിലായില്ലേ? അത് 2005 വരെ അങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാന്ന് പറയാൻ പറ്റുമോ? അത് കഴിഞ്ഞത് മാറിയത് ആൾക്കാർ കൂടിയോണ്ടല്ല. 2001 സ്വാശ്രയ കോളേജ് ബില്ല് പാസ്സായത്. അപ്പൊ ഇവന്മാരൊക്കെ അപ്പൊ അതോടെ ഡൊണേഷൻ കോളേജ് പിള്ളേർ അങ്ങോട്ട് വന്ന്, ഡൊണേഷൻ കോളേജ് പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് അതും കൂടി ഇല്ല. അവര് വന്ന് പിന്നെയാണ് ഞാൻ ഈ ഉമ്മൻചാണ്ടിയുടെ ഈ ഫ്ലോറിൽ ഡർട്ടി പൊളിറ്റിക്സും സ്ട്രീറ്റ് പൊളിറ്റിക്സ് IT കമ്പനിയിൽ തന്നെയാണ്. ഒരു 2004 വരെ ഒന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, മനസ്സിലായില്ലേ? അപ്പൊ വേണമെങ്കിൽ ഇപ്പോഴത്തെ മൊട്ടാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വരണ്യവർഗത്തിൻ്റെതാന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? പൊതുവേ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഒരു കാര്യമുണ്ട്, ഈ സോഫ്റ്റ്വെയറിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പശ്ചാത്തലം കാണിച്ചില്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. കാരണം ആലോചിച്ച് നോക്ക്, പ്രൊജക്ട് മാനേജേഴ്സ് മിക്കവാറും ഒരു അമേരിക്കൻ റിട്ടേൺ ആയിരിക്കും.
ഒന്നല്ലോ ഏതെങ്കിലും ഒരു മേനോനായിരിക്കും, അല്ലെങ്കിൽ ഒരു മറ്റേ അച്ചായനായിരിക്കും, പിന്നെ അവിടെ ഇവിടെ തേങ്ങാപ്പര കുറെ പട്ടന്മാരായിരിക്കും. അവന്മാർ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ നമ്മളും ഇംഗ്ലീഷ് സംസാരിക്കണം, വേണ്ടേ? അപ്പൊ പിന്നെ അറിയാലോ, ഇപ്പൊ എനിക്ക് പോലും ഇപ്പൊ ഈ കമ്പനിയുടെ അവിടെ എത്തുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്താലും എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാറുണ്ട്. വീടിന്റെ അടുത്ത് എത്തുമ്പോൾ ഗിയർ വീണ്ടും ചേഞ്ച് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വരെ ഒരു സാർവലൗകിക തൊഴിലാളി എന്നുള്ള ഒരു അപ്രോച്ച് ഒന്നും എടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഇത് ഭയങ്കര കോമ്പറ്റീറ്റീവും റേഷ്യൽ ഇതൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ മരിക്കണവരെ മറ്റേ സെക്കൻഡ് ഫിഡിൽ വിളയേണ്ടി വരും. അപ്പൊ എനിക്ക് ആ ഒരൊറ്റ കുഴപ്പമേ ഉണ്ടായുള്ളൂ. പക്ഷെ ആസ് എ ഗ്രൂപ്പ് ഓക്കെ, ദേ വർ ആക്ച്വലി മച്ച് മോർ ലിബറൽ ദാൻ സോ കാൾഡ് റൈറ്റ്, മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഈ SFI എന്ന് പറയുമ്പോൾ 18ാമത്തെ വയസ്സിലൊക്കെ ഭയങ്കര ഐഡിയലിസം ഉണ്ടാവും. പിന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിലൊക്കെ വന്നപ്പോ അവർ ലിബറൽ ആയതായിരിക്കും, മനസ്സിലായില്ലേ? പിന്നെ അവരും ബൂർഷകളാണല്ലോ, ടീ ബൂർഷ എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയാ. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എപ്പോഴും ഈ എന്താ പറയാ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, എയ്ഡ് കൊടുക്കുന്നതിലൊന്നും എനിക്ക് ഇതൊന്നുമില്ല. പക്ഷെ ഈ വെള്ളപ്പൊക്കം ഇതൊക്കെ വരുമ്പേ ഞങ്ങളില്ലെങ്കിൽ ലോകമില്ല എന്നുള്ള രീതിയിലെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മുടെ മുന്നിൽ കൂടി നടക്കും. വെള്ളക്കാരൻ നമ്മൾ തെറി പറഞ്ഞതിന്റെ മുന്നിൽ കൂടി അവന് നടന്നുകൊണ്ടിരിക്കണേ, മനസ്സിലായില്ലേ? അപ്പൊ ഈ ചില കമ്പനികൾ ഡാൻസ് കളിക്കണവർക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ നമുക്ക് ആകെ കോഗ്നിറ്റീവ് ഡിസോണൻസ് അടിക്കും. കാരണം നമ്മള് എഡ്ജിൽ തെറിയിട്ട് ജീവിക്കും, മറ്റേ അവന്മാരായിട്ട് ഫൈറ്റ് ചെയ്ത് ജീവിക്കും. അപ്പൊ ഇവിടെ കുറെ പേര് നമ്മളടുത്ത് ഫൈറ്റ് ചെയ്യണം. നിനക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല. അത് 90കളിൽ ഇതൊരു വലിയ പ്രോബ്ലം ആയിരുന്നു. കാരണം ഈ ഹലോ അപ്പൊ ഈ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് SFI കമ്പനികളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്, പിടിയിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളെ അറ്റാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാര് കുറച്ച് കുറച്ച് സയൻസ് ഫിക്ഷൻ അമേരിക്കൻ ഡ്രീമുള്ളവരെയൊക്കെ അവര് ഒതുക്കണം, അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ എല്ലായിടത്തും ഈ ക്യാച്ച് ഉണ്ട്, പിടിയിട്ടിയ. അപ്പൊ അതൊരു വലിയ, ഇപ്പൊ ശരിക്കും പറഞ്ഞു ഇതിനെക്കുറിച്ച് ഒരു സീരീസ് ഓഫ് ഡിസ്കഷൻസ് വേണമെന്ന് തോന്നുന്നു ചെറുത്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം അല്ലേ. ഇപ്പോ നമ്മുടെ നാട്ടിലെ ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അപ്രോച്ച് വെച്ചിട്ട്, അതായത് ഇപ്പൊ ജാർഗൻ പറഞ്ഞ അപ്പ തന്തയ്ക്ക് വിളിക്കും, ഇംഗ്ലീഷ് പറഞ്ഞ സാഹിബിനവനാണോ, പിന്നെ വിവരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് അടിക്കും. പിന്നെ അതിന്റെ മുകളിൽ ഈ ഗ്രൂപ്പിൽ പോയി എന്തായാലും ഈ ഒന്നാമത് ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോണ എന്താണ്, കമ്പനിയുടെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, അല്ലേ? അപ്പൊ നമ്മള് ഒരു അവന്യൂ തേടുകയാണ്, എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, ആവിഷ്കാരത്തിന് ഒരു പ്രതലം വേണ്ടേ. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് കയറുന്നത്. അപ്പൊ ഇങ്ങനെ ചെല്ലുമ്പോ അവിടെ അതിലും കൂടുതൽ പൊളിറ്റിക്സ് ഉണ്ട്, അങ്ങനെ ഉണ്ടാവും, മനസ്സിലായ? അതായത് അടുത്ത സംഭവം ചോദിക്കട്ടെ. ഈ ഇതുണ്ടല്ലോ ക്ലബ് ഹൗസ്. അപ്പൊ ക്ലബ് ഹൗസ് പ്രൊവൈഡ് ചെയ്യണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്ക് വേണമെങ്കിലും വന്നൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, അയാൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ സംസാരിക്കാം, ആൾക്കാർക്ക് വന്ന് ജോയിൻ ചെയ്യാം, അങ്ങനത്തെ ഒരു ഓപ്പൺ രീതിയിലുള്ളൊരു സെറ്റപ്പ് ആണല്ലോ. അപ്പൊ ശരിക്കും എന്താ ക്ലബ് ഹൗസ് ഇപ്പൊ ഡൗൺ ആയി കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോപ്പുലാരിറ്റി പോരല്ലോ അതിന്. അല്ല, അത് വേറെ കാര്യമുണ്ട്. അതിന് ഞാൻ വേറെ രീതി പറഞ്ഞു. ഇപ്പൊ ഫേസ്ബുക്കും ഓർക്കുട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക? ഓർക്കുട്ടില് നിങ്ങൾ വന്ന് ഒരു പേജ് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അല്ല, അറിയാൻ പറ്റും ഒരാൾ വന്ന് നോക്കിയെന്ന്. ഫേസ്ബുക്കില് ഗുപ്യതയുണ്ട്, നോക്കാം. അതുകൊണ്ട് മാത്രമാണ് മറ്റേ ഇത് പോപ്പുലറായ ഫേസ്ബുക്ക്. ഓർക്കുട്ടിനെ അടിച്ചു കാട്ടിക്കളഞ്ഞു. 80,000 പേരുടെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഓർക്കുട്ടിലെ പണ്ട്, മനസ്സിലായില്ലേ? രഞ്ജിത്ത് അവരാധന ഒരു പുള്ളി മറ്റേ കേരളത്തിന് ഒരു ഗ്രൂപ്പൊക്കെ നടത്തി, ടെക്കാണോ എന്താണെന്ന് പറയാം. ഓക്കെ. അപ്പോ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി ക്ലബ് ഹൗസിൽ റൂം നടത്തണമെങ്കിൽ വിവരം വേണം, അല്ലേ?
അവിടെ നിന്ന് വരുന്ന അറ്റാക്ക്, ഞാൻ ഒരു 100 റൂം നടത്തിയിട്ടുണ്ട് ക്ലബ് ഹൗസ്. ഏത് 2021 ജൂൺ മുതൽ ഒരു ദിവസം 2-3 റൂമൊക്കെ വരുന്നുണ്ട് ടെക്നോളജിയുടെ മേലെ. ഒരു ടെക്നോളജി വേദാന്തം അല്ല, ഒരു 2022 ജനുവരി 16 വരെ. കാരണം ആ ഡേക്ക് ഒരു പ്രത്യേകത. ഞാൻ അടുത്ത ദിവസം ഒരു ഓപ്പറേഷണൽ നേച്ചറുള്ള ഒരു ജോബ് ഒരു സ്ഥലത്ത് എടുത്തപ്പോ ഈ ക്ലബ് ഹൗസ് റൂം നടത്തുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് എനിക്ക് വന്നു പിടിയിട്ടില്ല. അങ്ങനെ അപ്പൊ ആ ഇതിന്റെ ഉള്ളിൽ വരുമ്പോ നല്ല വിവരം വേണം, ഒരു എക്സ്പ്ലോറേറ്ററി നേച്ചർ ഉള്ളവർക്ക് പറഞ്ഞാ മനസ്സിലായില്ലേ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ കേമക്ക് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ ഒരു പുള്ളി ഒരു കിടലൻ ടീമാ, പക്ഷേ ഈ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയെ കുറിച്ച് ഡിസ്കഷൻസ് കുറവാണ് അല്ലേ. ഈ പ്രസന്റേഷൻ ഈസ് നോട്ട് ഡിസ്കഷൻ, മനസ്സിലായില്ലേ. അത് ജസ്റ്റ് ഒരു പ്രകരണം പോലും ആവുന്നില്ല. പ്രകരണം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ്റെ കൂടെ അല്ല, പ്രചരണമാണ് നടക്കുന്നുള്ളൂ അവിടെ, മനസ്സിലായേ. എന്റെ സ്ഥാനത്ത് ഒരു ഇഷ്യൂ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺയൂഷ്വലി ഇതാ. പക്ഷെ അങ്ങനത്തെ മീറ്റിംഗ് ഒന്നും ആരും പ്രിഫർ ചെയ്യുന്നില്ല. ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ക്ലബ് ഹൗസിൽ കണ്ടന്റ് എടുക്കാൻ പറ്റിയ ആൾക്കാർ വേണ്ടേ. മനസ്സിലായോ? അതാണ് ക്ലബ് ഹൗസിന്റെ പ്രോബ്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് മനുഷ്യർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്കൊരു അത്യാവശ്യം നല്ലൊരു എക്സ്പെർട്ട് ആവണമെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പറയാനറിയാം. അത് എത്ര പേര് തയ്യാറാണ്? ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പബ്ലിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റിലാണ് നിങ്ങൾക്ക്, മനസ്സിലായില്ലേ. പിന്നെ ആ വിഷയത്തിൽ നിങ്ങൾ മരിക്കണവരെ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നൊക്കെ പറയും, മനസ്സിലായില്ലേ. അപ്പൊ അത് പറയണമെന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കുന്ന ഇത് വേണം. അപ്പൊ അതെനിക്ക് തോന്നണില്ല. ക്ലബ് ഹൗസ് പർപ്പസ്ഫുള്ളി അവര് തന്നെ ഒരു മോണിറ്റൈസേഷൻ ആക്ടിവിറ്റിയുടെ പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അവര് തന്നെ അതിനെ ഒതുക്കി നിർത്തിയാണെന്നൊരു ചരിത്രം കണ്ട ആദ്യം എന്നോട് പറഞ്ഞു അല്ലേ ചരിത്രം? അല്ല, അത് പിന്നീട് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തതാണ് അവര്. അതായത് അവരൊരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി മോഡലിലോട്ട് പോയപ്പോ, അതായത് മുന്നേ മറ്റേ ലീഡർ ഫോളോവർ മോഡലിലായിരുന്നു കിടന്നിരുന്നത്, മനസ്സിലായി. അല്ലെങ്കിൽ മറ്റേ ഇൻഫ്ലുവൻസർ ഫോളോവർ മോഡലിലായിരുന്നു ആദ്യത്തെ മോഡൽ ഉണ്ടായിരുന്നത്. ഇപ്പോ ഫ്രണ്ട്സ് എന്നുള്ള ഇതാണ്, അതായത് ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കി മാറ്റി. ഗ്രൂപ്പൊക്കെ സ്റ്റിൽ ഉണ്ട്. ഫ്രീ ഗ്രാറ്റിസ് ആണോ? അതായത് പുതിയ കാശും കൊടുക്കണ്ടല്ലോ? കാശൊന്നും കൊടുക്കണ്ട. പിന്നെ സിങ്കർണസ് മെസ്സേജിംഗ് എന്നുള്ള മോഡലിലോട്ട് അവർ മാറ്റി. അപ്പോഴാണ് ഇത്. അപ്പൊ മൊത്തത്തിൽ അവിടുത്തെ എക്സിസ്റ്റിംഗ് നോളജ് അടിച്ചുപോയി ആപ്പിനെ പറ്റിയുള്ള. അങ്ങനെയാണ് യൂസർ ബേസ് വളരെ കുറഞ്ഞത്, ഒട്ടും ഇല്ലാണ്ടായെന്ന് പറയാം. പിന്നെ ഇപ്പൊ കുറച്ചും കൂടി കാണുന്നുണ്ട്. പിന്നെ അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്. കേരളത്തിന്റെ ഭൗതിക ചരിത്രം എടുക്കുകയാണെങ്കിൽ ക്ലബ് ഹൗസിന് മുമ്പും ക്ലബ് ഹൗസിന് ശേഷം തന്നെ പറയേണ്ടി വരും. കാരണം ആരാണോ ക്ലബ് ഹൗസ് ഇപ്പൊ ഞാനൊക്കെ കയറണൊക്കെ 6 മാസം മുമ്പ് ആക്റ്റീവാണ്. അപ്പൊ ഞാൻ 2021 ജൂണിലാണ് കയറുന്നത്. 2021 ജനുവരി മുതൽ ഒരു 2023 ജനുവരി വരെ ആ 2 കൊല്ലത്തിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മുതൽക്കൂട്ട് തന്നെ. കാരണം മാത്തമാറ്റിക്സിനൊക്കെ കുറെ ഡൗട്ട് മാറി. അതായത് മലയാളികൾക്ക് ഇത്രയും കളക്റ്റീവ് ഇന്റലിജൻസ് ഉണ്ടെന്ന് മനസ്സിലായത് അവിടെ നിന്നാണ്, മനസ്സിലായില്ലേ അല്ലേ. ഇപ്പൊ മേ ബി ഇപ്പൊ വേദാന്തമൊക്കെ പ്രചരിപ്പിക്കാനും പ്രകടനം നടത്താനും എനിക്ക് വളരെ റോള് എനിക്ക് അവിടെ കിട്ടി. പിന്നെ വെളിച്ചപ്പാട് വേദാന്തം എന്നൊരു റൂം തന്ന ഇൻസൈറ്റ് എന്താന്ന് വെച്ചാല് അവിടെ ഒന്ന് വേദാന്തത്തിന് ആർക്കും ഇതിന് പള്ളു വിളിക്കും. അന്ന് പള്ളു വിളിച്ചവനെ പള്ളു വിളിച്ചു ഇപ്പൊക്കെ അവിടെ ഇരിപ്പുണ്ട് വേദാന്തികളായിട്ട്. മനസ്സിലായില്ലേ? ശങ്കരേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് അത്. അപ്പൊ ടെക്നോളജിയിൽ ഇപ്പൊ മൈക്രോസോഫ്റ്റിനെ ആളെ കൂട്ടണമെങ്കിൽ മൈക്രോസോഫ്റ്റിൽ റൂം ഇട്ടിട്ട് മൈക്രോസോഫ്റ്റ് ബാഷിംഗ് എന്ന് പറഞ്ഞ ഇങ്ങനെ മൈക്രോസോഫ്റ്റിനെ ബാഷ് ചെയ്തോണ്ടിരിക്കുക കുറെ. അപ്പൊ ബാഷ് ചെയ്യാൻ വേണ്ടി പുതിയ പോയിന്റ്സ് നോക്കുമ്പോഴായിരിക്കും കൂടെ മരം ഈ ടെക്നോളജി ഉണ്ടല്ലോ ആ ടെക്നോളജി ഉണ്ടല്ലോ ഇവിടെ കിട്ടിയ. അതാണ് അതിന്റെ ഇത്. ക്ലബ് ഹൗസ് ഒരു എന്താ പറയാ, ഐ എൻജോയ്ഡ് ഇറ്റ്, ഐ ലേൺഡ് എ ലോട്ട്, ഐ കുഡ് ഇൻഫ്ലുവൻസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആസ് വെൽ. മനസ്സിലായില്ലേ? എനിക്ക് കുറെ ഫ്രണ്ട്സും പിന്നെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയുടെ സ്റ്റാഫിങ്ങിനെ എന്താ പറയാ കുറച്ചുപേരെ എന്നെ അറിയാൻ ചെയ്തു, മനസ്സിലായില്ലേ? എനിക്ക് യൂണിഫിക്കേഷൻ കിട്ടി ഒരു മോഡൽ തലത്തില്. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ അതിനെ കുറച്ചുകൂടി പറഞ്ഞുതരാം ലാലൻ. ഞാൻ പണ്ട് വേദാന്തം പറയുമ്പോൾ ശരത്തിന് വലിയ താല്പര്യമൊന്നുണ്ട്. പക്ഷെ ശരത്ത് കോൺഷ്യസ്നസ് സ്റ്റഡീസിലൂടെ വേദാന്തത്തിൽ ഇപ്പൊ പല കാര്യങ്ങളിലും നല്ല ഇൻസൈറ്റ് ഉണ്ട്. അത് കറക്റ്റ് ആണോ? അതെ. ഈ കോൺഷ്യസ്നസ് സ്റ്റഡീസ് മാത്രമല്ല,
പുള്ളി വരെ ഹരി തുളസീദാസ് സാർ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്താ കുറെ പുതിയ ആൾക്കാർ, ബെർണാഡോ കാസ്ട്രപ്പാരാണോ മറ്റേ ഹോഫ്മാൻ ആരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പ്രോഗ്രാമേഴ്സിന്റെ ഇടയിൽ ഒരു അതോറിറ്റി ആയിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. എന്ന് പറയണു അല്ല അത് പറഞ്ഞ എന്താ അറിയാമോ, ഞാൻ ശരത്തിനോട് ചോദിച്ചേ, ശരത് ഈ ഗ്രൂപ്പും റിങ്ങും ഫീൽഡൊക്കെ അറിയാവുന്നവരുണ്ടോന്ന് ചോദിച്ചു. ശരത് പറഞ്ഞു ആ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പിന്നെ പ്രോഗ്രാമേഴ്സിനെ ഇതൊന്നും അറിയില്ലായിരിക്കും. അത് അപ്പൊ അതാണ് അതിന്റെ ഒരു ഗെയിം. നമുക്ക് അതിന്റെ എന്താ പറയാ, ഈ വൈ ജോണി കാണ്ട ആഡ് എന്നുള്ളൊരു സെഷനാണ്. ഞാനിവിടെ സെഷനല്ല, എന്തോ ബുക്ക് ഉണ്ട്. അതേമാതിരി വൈ രാജേഷ് കനോട്ട് പ്രോഗ്രാം എന്നുള്ളൊരു സെഷൻ ഉണ്ടാക്കാം. രാജേഷ് എന്ന് പറഞ്ഞ എക്സ്പൈസ് രാജേഷിന് കോംപ്ലക്സ് അടിക്കണ്ട. അപ്പൊ അടിസ്ഥാനപരമായി കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ വലിയ പരിജ്ഞാനം ഇല്ലെങ്കിൽ ചില പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാദം. അപ്പൊ അതൊക്കെയാണ് അതിന്റെ അപ്പൊ നമുക്ക് അങ്ങനത്തെ ഇപ്പൊ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങോ അതിനെ കുറിച്ചോ മാത്തമാറ്റിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോളണ്ടിനെ കുറിച്ച് പറയരുതെന്നു. എന്തിനാ C++നെ കുറിച്ച് പോലും സെഷൻ എടുക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പണ്ട് ആളെയൊക്കെ ഇറക്കുമായിരുന്നു. അതായത് ഈ ADO.NET-ഉം ഒക്കെ സ്ഥിരം ഇപ്പൊ അല്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോ പിന്നെ ക്ലൗഡും ടെക്നോളജി ഇതായി കഴിഞ്ഞപ്പോ ഇപ്പൊ മൈക്രോസോഫ്റ്റ് ക്ലൗഡിന്റെ ഒക്കെ നല്ല സെഷൻസ് ക്യാമക്കിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പുള്ളിയുണ്ട് ഓറിയനിലെ അത്യാവശ്യം നല്ല എംപ്ലോയീസ് ഒക്കെ വന്നെടുക്കും. ഒരു കാര്യങ്ങള് ക്യാമക്ക് ഇതും ഈ മറ്റേതും ഞാൻ ലേൺ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആ ഒരു ഭാരതീയ അർച്ചന എന്നുള്ള ബുക്ക് ഇട്ടതിന് ചെയ്യാണ്ട് ഞാൻ പിന്നെ ആ ഗ്രൂപ്പില് നടത്തി. അല്ല കമ്മ്യൂണിറ്റി പോയില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. നമുക്ക് കമ്മ്യൂണിറ്റി പോയ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. 2, അടിസ്ഥാന നിരക്ക് അല്ലെങ്കിൽ ബേസ് റേറ്റ് താഴെയാന്ന് വെച്ചാൽ കോൺഫിഡൻസ് കൂടും. അപ്പൊ നിങ്ങൾ പറയുന്ന ഇപ്പൊ മിക്ക ആൾക്കാരുടെ ഇപ്പൊ കേരളത്തിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോരം വിവരം ഉണ്ടെന്ന് അളക്കാനുള്ള കാര്യം ഇതില്ല, ടെക്നിക്കില്ല. പിന്നെ നോളജ് എന്താന്ന് അറിഞ്ഞൂടാ. എന്നാലും നോളജ് അക്വയർ ചെയ്യുന്ന സ്ട്രാറ്റജിയും മറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഞാനിപ്പോ ഇന്നാളെ ഞാൻ നടത്തിയൊരു ഒബ്സർവേഷനാണ്. നിങ്ങളുടെ കൊളീഗ്സ് വീക്ക് ആണെങ്കിൽ നിങ്ങൾ നല്ല ബുദ്ധിമാനാവും. കാരണം നിങ്ങൾ അവരുടെ പണി കൂടി ചെയ്യണേ. പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി വലിയ പണി കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ഡയറക്ട്ലി കിട്ടിയ പണി നിങ്ങൾ അതിനെ ഇലാബറേറ്റ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ കണ്ട് നിങ്ങൾ ടഫ് കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾ റിയൽ ബെറ്റർമെന്റ് ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ വിവരം ഉണ്ടാവുന്നുള്ളൂ. ആ പ്രോബ്ലം ഉണ്ട് കേരളത്തില്, മനസ്സിലായില്ല. അപ്പൊ അല്ലാണ്ട് കാരണം ഔട്ട്സോഴ്സിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഒരു ആൾക്കാരുടെ ഹാബിറ്റ് നോക്കിയാലും ഈ എന്താ പറയാ, ഒന്നത് ഇംഗ്ലീഷിലാണല്ലോ. അപ്പൊ മറ്റേ വൈചാരിക തലയെ മാപ്പ് ചെയ്യുള്ളൂ, വൈകാരികത ഇല്ലല്ലോ പ്രോഗ്രാമിംഗ് ആയിട്ട് മിക്ക ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? ഒരു വൈകാരികത ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, ഞാൻ .NET ചെയ്യുള്ളൂ, ജാവയാണ് എല്ലാം, അല്ലെങ്കിൽ മറ്റേ ഓപ്പൺ സോഴ്സ് ചെയ്യാത്തൊക്കെ ഈവളാണ്, ഈ ടൈപ്പ് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഇതുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാത്ത വൈകാരികത ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു പ്രോബ്ലം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ തൊട്ടടുത്ത ആള് ശരത്തിന് ആ ആർഗ്യുമെന്റ് മനസ്സിലായ, കാരണം ഇഫ് യുവർ കൊളീഗ്സ് ആർ വീക്ക് യു നീഡ് ടു ഡു ദെയർ വർക്ക് ആസ് വെൽ സംടൈംസ് അല്ലെ. അങ്ങനെ കിട്ടുന്ന അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ക്വാണ്ടം ഓഫ് വർക്ക് ഡയറക്ട്ലി വന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ഞാൻ ഫുൾ എന്റെ പാസ്റ്റിലോട്ടാണ് ആലോചിച്ച് നോക്കിയത്. അല്ല അതിന്റെ ഉള്ളൊരു തമാശ എന്താന്ന് വെച്ചാല്, ഇത് പലർക്കും, എനിക്ക് തന്നെ ഇതൊരു ഇൻസൈറ്റ് ആയിട്ട് കിട്ടിയത് ഈ ഇടയ്ക്കാ അല്ലേ, മനസ്സിലായില്ലേ? അതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പൊ എക്സ്പെർട്ടൈസിനെ കുറിച്ച് ഇപ്പൊ കേരളം മുഴുവൻ ഞാൻ തള്ളാന്ന് പറഞ്ഞു, മനസ്സിലായ? കേരളം മുഴുവൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവരും ഇല്ല, ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ അവരെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ പ്രശ്നം വന്നിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ IT ഫീൽഡിൽ 100 പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു പെർസ്പെക്റ്റീവിലും ഞാൻ എക്സ്പെർട്ട് ആയിരിക്കില്ല. എല്ലാ പെർസ്പെക്റ്റീവിലും
ഞാൻ തന്നെ കാണിച്ചു തരാം എന്നൊക്കെ ബെറ്റർ ആയിട്ടുള്ള 5-6 പേര്. പക്ഷെ ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്താന്ന് വെച്ചാൽ മാക്സിമം എമൗണ്ട് ഓഫ് പെർസ്പെക്റ്റീവ്സ് ബേസ് റേറ്റിന് മുകളിൽ എനിക്കാണുള്ളതെന്നാണ്. മനസ്സിലായ? അതെ, യു ഡോണ്ട് ഹാവ് ടു ബി നമ്പർ 1 ഇൻ എവറിത്തിങ്. യു ഹാവ് ടു ബിക്കം എബവ് ദ ബേസ് റേറ്റ് ഇൻ ലോട്ട് ഓഫ് തിങ്സ്. ആ കോമ്പിനേഷൻ സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അതിപ്പോ ഈ ഏറ്റവും കൂടുതൽ വരുന്നത് വെച്ചാൽ ഇപ്പൊ കേരളത്തിന്റെ മെയിൻ ഫാസിനേഷൻ ഡെവോപ്സ്. ഡെവോപ്സുകാരനാ ബുദ്ധിമാൻ, കാരണം കോമ്പൻസേഷൻ കൂടുതൽ കൊടുക്കുന്നത് ഡെവോപ്സിനാന്ന് തോന്നുന്നു മറ്റേ. പക്ഷെ അത് ജൂനിയേഴ്സിനാണ്. സീനിയേഴ്സ് ഡെവോപ്സ് ആയിട്ട് കാര്യമൊന്നുമില്ല. പ്രായപരിധി 30-ന് മുകളിലുള്ള ഡെവോപ്സിനൊന്നും അധികം പൈസ കൊടുക്കൂല. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡെവോപ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പ്രോഗ്രാമറാണ് അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സപ്പോർട്ട് ജോബാണ്. പ്രൈമറി പ്രോഗ്രാമിംഗ് ആണ്. അപ്പോ ആദ്യം കാലത്ത് പോലെ അറ്റാക്കാം. കൂബർനെറ്റസ് അറിയാവോ? അപ്പൊ ഞാൻ പറയും എനിക്ക് കൂബർനെറ്റസ് എന്താണെന്ന് അറിയാം, കൂബർനെറ്റസ് ഉണ്ടാക്കാൻ അറിയാം. ഇതാ കൂബർനെറ്റസ് അറിഞ്ഞൂടാ. അതായത് ഗൂഗിളിലെ OCIO അല്ലെ ആ ഫൗണ്ടേഷന്റെ അടിയിൽ അല്ലെങ്കിൽ ഗൂഗിളിലെ കുറെ എഞ്ചിനീയേഴ്സ് തുടങ്ങിയ ബോർഗിൽ നിന്നുണ്ടായ ആ പ്രൊജക്ടിന്റെ എവല്യൂഷനിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലുള്ള സാധനം ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്കറിയാം. കാരണം അറിയില്ല എന്നല്ല, ഇപ്പൊ ഷെൽ കമാൻഡും കുറച്ച് പോയിരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഐ എം നോട്ട് ആൻ എക്സ്പെർട്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ബി ആൻ എക്സ്പെർട്ട് ആസ് വെൽ. അപ്പൊ ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ കോഡ് ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാന്നാണ്. അതായത് ഈ എല്ലാ ഡെവലപ്പേഴ്സിനും ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് എഴുതാന്ന അത് അബദ്ധധാരണയാണ്. അപ്പോ അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇലക്ട്രോണിക്സ് പണ്ട് സർക്യൂട്ട് ഉണ്ടാക്കണമെങ്കിൽ ഷോക്ക് അടിക്കും എന്നുള്ള പേടിയുണ്ട്. യു ഹാവ് ടു മേക്ക് യുവർ സോൾഡർ ചെയ്യണം. ഇപ്പൊ ഡിജിറ്റൽ വെർച്വൽ ലാബ്സും ഉണ്ട്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗും ഉണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാവരും ഇലക്ട്രോണിക്സ് ചെയ്യുന്നുണ്ടോ? അതേമാതിരി ഇൻഫ്രാസ്ട്രക്ചർ അപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാ. ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്മ്യൂട്ടബിൾ കോഡായിട്ട് കുറച്ച് ഫെസിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ബിക്കോസ് അത് ആ പ്രോബ്ലം മെഷീൻ ലേണിംഗിലുണ്ട്. എല്ലാ പ്രോഗ്രാമേഴ്സും വിചാരിക്കുന്നത് അവർ മെഷീൻ ലേണിംഗിൽ എക്സ്പെർട്ട് ആവുന്ന. അവർക്ക് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആവാൻ പറ്റും. അവർക്ക് മെഷീൻ ലേണിംഗ് പ്രൊഫഷണൽ ആവാൻ പറ്റുന്ന എങ്ങനെയാ? കാരണം ഡാറ്റ സയന്റിസ്റ്റ് ആവാനൊന്നും പറ്റുമൊന്നുമില്ല അവർക്ക്. അവർ ആദ്യം പഠിക്കണം വേറെ എന്തെങ്കിലും. മനസ്സിലായില്ലേ? അപ്പൊ അതേമാതിരി ഡെവോപ്സ്, അപ്പൊ ഈ ഡെവോപ്സും ഈ പ്രൊസീജറൽ സ്കിൽസും വന്നിട്ട് ക്ലൗഡില് അപ്പൊ ഇത് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇപ്പൊ എല്ലാ പ്രോഗ്രാം പണ്ട് കുറച്ചു നേരം IoT ഹാർഡ്വെയർ ചെയ്യാത്തവനൊക്കെ മണ്ടറാണ്, മെഷീൻ ലേണിംഗ് ചെയ്യാത്തവനും മണ്ടറാണ്. ഫാഡ് വന്ന ആംഗുലർ ചെയ്യുന്നവനും .NET ചെയ്യുന്നവനും ജാവ ചെയ്യുന്നവനും സ്പ്രിംഗ് ബൂട്ട് ചെയ്യുന്നവനും മണ്ടറാവും. പുതിയ ഫാഡ് വന്ന. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ പറഞ്ഞ ഫാഡുകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. അപ്പൊ നമ്മള് അവിടെ ഫോക്കസ് ചെയ്യുള്ളൂ. ഇവിടെ അപ്പൊ ഡെവോപ്സ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് മുഖം കഴുകണ പരിപാടിയാണെങ്കിൽ ഡെവോപ്സ് അറിയാലോ, ബാക്ക് കഴുകണ പരിപാടി. അപ്പോ അവരെയൊക്കെ ആയിട്ട് അത് ഇപ്പൊ എനിക്കൊരു പ്രൈഡ് ഉണ്ട്. ഐ എം എ C++ ഡെവലപ്പർ. ഞാൻ .NET ജാവയിൽ ഡെലിവറബിൾസ് ഉണ്ട്, ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ചെയ്യും. അപ്പോ അങ്ങനെ ഒരാളുടെ അടുത്ത് വന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഒരു റെലവൻസ് അവനാണെന്നുള്ള അറ്റാക്ക് അല്ല പിടികിട്ടിയ. അതായത് കഴിഞ്ഞ കൊല്ലം തുടങ്ങിയവന്റെ മുന്നിൽ വരെ ഞാൻ തോറ്റു കൊടുക്കണം. ഞാൻ അതിനെ വേറെ രീതിയിൽ പറയട്ടെ. ഇപ്പൊ ഈ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യണതും കൂടുതൽ ഫങ്ഷണാലിറ്റീസും കൂടുതൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഡെവലപ്മെന്റ് ഓപ്പറേഷൻസിനെ അബ്സോർബ് ചെയ്യണമെന്ന് പറഞ്ഞാലോ? അതാണ് മെന്റൽ മോഡൽ. പക്ഷേ അതിപ്പോ ഞാൻ പറയട്ടെ, അത് IT വന്നപ്പോ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇറലവന്റ് ആയി കണ്ടു. അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? പറഞ്ഞോ. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇറലവന്റ് ആയി, പക്ഷെ പാസ്സായി വീണ്ടും ഇറലവന്റ് ആയി. അപ്പൊ
ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിങ് വന്നുകൊണ്ട് ലാബ് വേണ്ടല്ലോ പിന്നെ. നമ്മളൊക്കെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ അതില്ല. ഇനിയിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിംഗ് മാച്ചിങ് ആണ്. മനസ്സിലായില്ലേ? ഏതൊരു പ്രോഗ്രാമർക്കും ചെയ്യാവുന്നതാണ്. ആര് ഡൊമൈൻ പഠിക്കും? അപ്പോ അതിനൊരു വാല്യൂ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് പ്രോഗ്രാമിംഗ് ആയിട്ട് ആർക്കിടെക്ചർ എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലാനിങ്, ആർക്കിടെക്ചർ, ഡിസൈൻ, പ്രോഗ്രാമിംഗ് മോഡൽ, ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി, അത് എന്റെ കോഡിങ്ങും പ്രോഗ്രാമിംഗ് ഒക്കെ വരുന്നു. ഈ 5 സ്ഥലത്ത് എക്സംപ്ലറി പെർഫോമൻസ് ഉള്ള എന്റെ അടുത്ത് ലാസ്റ്റ് മൈലില് ചെയ്യാൻ പറ്റുള്ള എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളവൻ എന്താ എന്റെ അടുത്ത് പറയണെന്ന് അറിയാമോ? നിനക്കത് ചെയ്യാൻ പറ്റൂല, പിന്നെ നീ എന്തിനാ എന്നോട് ചെയ്യാൻ പറഞ്ഞതെന്നാണ് അവര് പറഞ്ഞേ. അല്ലേ? അപ്പൊ അവിടെ എങ്ങനെ മാനേജ്മെന്റ് നടക്കും? ഇവിടെ കിട്ടിയാ ആർക്കിടെക്ട് പെട്ടുപോയില്ലേ? അപ്പൊ ഇവർക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും കോഡിങ്ങിനപ്പുറത്തേക്ക്, ടാസ്കിനപ്പുറത്തേക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അവരുടെ ഭൗതിക നിലവാരക്കുറവ് നിങ്ങളുടെ റെലവൻസിനെ കുറച്ച് എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞ മനസ്സിലായത്? അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് അപ്പൊ ഇങ്ങനെ ഈ സ്പെഷ്യലൈസ് എന്തായാലും ഒരു മോഡൽ ഉണ്ടല്ലോ, അത് അല്ലെ? മോഡലിൽ നിന്ന് എങ്ങനെ കോഡിലോട്ട് എത്താൻ പറ്റുന്ന എന്റെ അടുത്ത് ഈ വെറുതെ കോഡ് ചെയ്യണവനെ വന്ന് അവര് വന്നിട്ട് ഇങ്ങനെ കേമത്തരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടി കൊടുക്കേണ്ട വേറെ വല്ല വഴിയുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മളെന്നും ഈ പറയുന്ന ഡെവോപ്സും മറ്റേതിലും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ പിന്നെ എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി എന്ന നിലയില് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആവുക? അവിടെ എല്ലായിടത്തും ആൾക്കാർ വേണ്ടേ? ഇംഗ്ലീഷ് സംസാരിച്ച ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷ് വിത്ത് കണ്ടന്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ജാർഗൻസ് ഉപയോഗിക്കണം. ഇനി നിങ്ങള് എന്തെങ്കിലും ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ അത് പൊങ്ങച്ചോന്ന് പറയും. പിന്നെ ഒരു ലോകത്തെ തന്നെ ബോട്ടം അപ്പ് ആയിട്ട് കാണുന്ന ഒരു സ്വഭാവം വരുമ്പോ ടോപ്പ് ഡൗൺ തിങ്കിങ് ഉള്ളവൻ വെറും തള്ളാന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ അപ്പൊ എങ്ങനെ അവിടെ അപ്പൊ ആൾക്കാർക്ക് ഒരു കരിയർ പാത്ത് വേണ്ടേ? അപ്പൊ ഇപ്പൊ സംഭവിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലഗാർഡ്സ് എന്ന് പറയും ഒരു പുള്ളി കരിയർ തുടങ്ങും, ആ ജനറേഷൻ എടുത്ത് തോക്കും, 3 ജനറേഷൻ പുള്ളി തോക്കും, പിന്നെ 4ാമത്തെ ജനറേഷന് മുകളിൽ ചേട്ടൻ കളിക്കും. എന്നിട്ട് ഇവൻ അവന്റെ ജനറേഷനിലെ ആൾക്കാരെ വെല്ലുവിളിക്കും. അൺഫോർച്ചുനേറ്റ്ലി കോമ്പൻസേഷൻ ജൂനിയേഴ്സിന് കൂടി വരുമ്പോ ഇവന് നല്ല കോമ്പൻസേഷൻ കിട്ടും. കിട്ടിയ പാവം ക്യാമനാന്നല്ലേ വരികയുള്ളൂ. കിട്ടിയ അല്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തൊക്കെ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ബെസ്റ്റ് ഡെവലപ്പറിനോട് ഒരു ആവറേജ് വെസ്റ്റേൺ ഡെവലപ്പർ ഒന്ന് സംസാരിച്ചാൽ ഇവൻ മണ്ടനാന്ന് പറയുന്നത്. ഇവൻ മണ്ടനല്ല. അപ്പൊ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പൊ അതെന്തുകൊണ്ടാ? സീനിയേഴ്സ് അത് എഫേർട്ട് ഇടാത്തോണ്ടാ. അവരെന്ത് ചെയ്യുന്ന വെച്ചാല് മറ്റേ ഓൾഡ് ബോയ്സ് നെറ്റ്വർക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് സംഘം ചേർന്ന് എടാ ഇതൊക്കെ മതിയിടാന്ന് പറഞ്ഞ അവനെ അടിച്ചിരിക്കും. അതിന്റെ ഒരു നാച്ചുറൽ എക്സ്റ്റൻഷൻ ആണ് ഈ ഗ്രൂപ്പുകളും കാണുന്നതെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനെതിരെ അപ്പൊ ഇതിന് വഴി എന്ന് പറഞ്ഞാൽ പല ഗ്രൂപ്പുകളിൽ പോവാ. എല്ലാത്തിനും നിഷേധിക്കാന്നല്ല പറയണേ, പ്രോബ്ലംസ് ഉണ്ട്, അപ്പൊ അത് നെഗോഷിയേറ്റ് ചെയ്തെടുക്കണം. അല്ല ഇതിപ്പോ എന്താ വെച്ചല്ലേ, ഇപ്പൊ ഞാൻ തന്നെ എന്റെ അറിവിൽ തന്നെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും C++ പ്രോഗ്രാമിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫേർട്ട് ഉണ്ട്. കാരണം ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യണം. കാരണം ഇപ്പൊ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു പരിചയക്കാരനെ പറ്റിയ കാര്യം, പുള്ളി ജാവയും .NET പഠിക്കണ വരി പുള്ളി പെട്ടെന്ന് C++ പഠിച്ചു. അപ്പോ ജാവയും .NET പലർക്കട സോഫ്റ്റ്വെയർ എഴുതാനും മറ്റേ ബിസിനസ് സോഫ്റ്റ്വെയർ എഴുതാനും ഉപയോഗിക്കണേ, അക്കൗണ്ടിങ് മറ്റേനൊക്കെയാ. C++ അതിനു വേണ്ടിയല്ലേ ഉപയോഗിക്കണേ? നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ സോഫ്റ്റ്വെയർ എഴുതാനും മറ്റേ ഡാറ്റാബേസ് എഞ്ചിൻ എഴുതാനും. അപ്പോ C++ അങ്ങനെ പഠിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു, അത്യാവശ്യം പ്രൊഫഷൻസി എത്തി. ഷേക്സ്പിയറിന്റെ സോണറ്റും ബീത്തോവന്റെ സിംഫണിയെ കുറിച്ച്, മറ്റേ റിച്ചർഡ് ഫെയ്ൻമാന്റെ ഷുവർലി യുവർ ജോക്കിംഗ് ഫെയ്ൻമാനും
ഗോഡ് ലെഷർ ബാക്കും ഒക്കെ ഇംഗ്ലീഷ് തന്നെയാ. നിങ്ങൾക്ക് പല ജോണൽ ഇപ്പൊ സയന്റിഫിക് അമേരിക്കനിലെ ആർട്ടിക്കിൾ വായിക്കണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ വേണം. അപ്പൊ നിങ്ങൾ എന്നാ ഇംഗ്ലീഷ് പഠിച്ചിരുന്നേ? അല്ലേ? അതുമാതിരി തന്നെയാണ് C++. മനസ്സിലായില്ലേ? ഇപ്പൊ ജാവ പഠിച്ചു എന്ന് പറയും, ജാവ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഒപ്പിക്കാം, സ്പ്രിംഗ് ബൂട്ടും മറ്റേതൊക്കെ വെച്ചിട്ട്. പക്ഷെ ജാവയിൽ ഒരു ലൈബ്രറി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കളി മാറിയോ? ഇനിയിപ്പോ JVM വർക്ക് ചെയ്യാൻ പറഞ്ഞാലോ? അപ്പൊ എന്നാ ഈ ജാവ പഠിത്തം തീരണേ? പക്ഷെ അത് ചോദിക്കൂല. കാരണം അപ്പൊ പ്രശ്നം എന്താണ്? ജാവ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലാണ് ചർച്ച. സെക്കൻഡ് നിന്നെ സംസാരിച്ചു. ഞാൻ ഇതിപ്പോ വരാം, ഒരു ചെറിയ കോള് വന്നിട്ടുണ്ട്, തീരുമാനായിക്കോട്ടെ. ശരത്തെ ഓർക്കണ്ട, മറ്റേ ശരത്തൊരു സെഷൻ എടുത്തല്ലേ കേമക്കില്, ഇത് മൂന്നും കൂടി ചേർത്ത്. ഞാനത് കാണിക്കാന്ന് വിചാരിക്കണ്ട, പറഞ്ഞു. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പൊ നമ്മൾ എല്ലാവരും പഠിക്കണ്ട, പക്ഷെ ഇതിനൊരു വ്യാപ്തിയില്. അപ്പൊ C++ പ്രോഗ്രാമിംഗ് ചെയ്യണവൻ നന്നായി ചെയ്ത് മറ്റ് ലാംഗ്വേജ് ആയിട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നവനുണ്ട്. കാരണം ഇപ്പൊ C++ മാത്രം ചെയ്ത് മറ്റ് ലാംഗ്വേജിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അവരെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ പറയില്ലേ പോളിഗ്ലോട്ട് എന്ന് പറയില്ലേ. ഇനി പോളിഗ്ലോട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൾട്ടിലിംഗ്വൽ പ്രോഗ്രാമേഴ്സിന്റെ കാര്യമാണ്. മനസ്സിലായില്ലേ? അത് എങ്ങനെയാണെന്നുള്ളതാണ് എന്റെ ഒരു ഗെയിം. അപ്പൊ നമുക്ക് ജാവയിലേക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ നേരത്തെ? നോക്കാം. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് നോട്ട് ചെയ്തെന്ന് അറിയാമോ, ഇപ്പൊ എന്റെ കാലത്തുണ്ടായിരുന്നതിന് വേറെ പ്രശ്നമുണ്ട്. ഈ മോഡേൺ ജാവ ഉണ്ടെന്ന് അറിയുന്ന ജാവ ഡെവലപ്പേഴ്സ് വളരെ കുറവാണല്ലോ. ശരത്തിന്റെ അനുഭവം എന്താണ്? അതെ, അതായത് ഈ മറ്റേ ജാവ 1.7 ഇരിക്കാനാണ് താല്പര്യം ആൾക്കാർക്ക്. അതെ, ഇനി 1.8 അവർ പറയും കേട്ടോ. അതായത് ലാംഡയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, സ്ട്രീംസ് ഉണ്ടെന്ന് പറയും. അതിനപ്പുറത്തേക്ക് പോകണില്ല. കണ്ടിട്ടില്ല. അല്ല, അത് ഇപ്പൊ ഞാൻ പറയട്ടെ. എന്റെ ഒരു ചോദ്യം എന്ന് വെച്ചാല് ഈ ജാവയിലുള്ള പല ഇന്നോവേഷൻസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ലെവലിൽ അത് റിഫ്ലക്ട് ചെയ്യാത്തതുകൊണ്ടാണോ? ആപ്ലിക്കേഷൻ പ്രോഗ്രാം പറഞ്ഞു. ജനറിക്. ഓക്കെ, അപ്പൊ ഈ ജനറിക് നമ്മൾ ലൈബ്രറി എഴുതുമ്പോഴേക്കും നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ജനറിക്സ് കൺസ്യൂം അല്ലേ ചെയ്യുള്ളൂ. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ അധികം ജനറിക്സ് വരാറില്ലല്ലോ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഒരു ലൈൻ ഓഫ് ബിസിനസ് അപ്ലിക്കേഷൻ എഴുതുന്നവന് മോഡേൺ ജാവ ഉണ്ടെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോന്നാണ്. ലൈൻ ഓഫ് ബിസിനസ് അപ്ലിക്കേഷൻ അറിയേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഒരു സിസ്റ്റം ഉണ്ട്, പ്രോഗ്രാമിംഗ് മോഡൽ ചോയ്സ് ഒക്കെ ബാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് റോളിലാണ് ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സീനിയർ റോളായിരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അറിയണം. അല്ല, അതായത് റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് മോഡൽ ചൂസ് ചെയ്യണോ, അതോ ഇപ്പോ ഇമ്പറേറ്റീവ് മോഡലിൽ തന്നെ പോകണോ? അതായത് ഇപ്പൊ നമുക്ക് റൺ ടൈം ഏറ്റവും ലേറ്റസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ടെങ്കിൽ, അപ്പോ ഇപ്പൊ മെജോറിറ്റി ഓഫ് ദ പ്രോഗ്രാമേഴ്സിന്റെ സൈക്ക് ഇമ്പറേറ്റീവ് ഇതിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുവാണെങ്കിൽ ഇപ്പൊ വെർച്വൽ ത്രെഡ്സ് വന്ന സ്ഥിതിക്ക് മറ്റേത് എടുക്കണം എന്നില്ല. അങ്ങനത്തെ, അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് ഇരുന്നാലേ നമുക്ക് ഇങ്ങനത്തെ ചോയ്സസ് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ആ സിസ്റ്റത്തിന്റെ ഫുൾ കേപ്പബിലിറ്റി ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഈവൻ റിസോഴ്സ് ലെവലിലാണെങ്കിൽ പോലും പ്രോഗ്രാം അല്ല, അത് ഇപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പൊ അതിനൊരു പ്രശ്നം ഉണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസേ ഇപ്പൊ എന്നോടൊരു പുള്ളി ചോദിച്ച JP തന്നെ ചോദിച്ചു. അപ്പൊ പുള്ളി സ്ട്രീംസ് ഉപയോഗിച്ചപ്പോ ഇമ്പറേറ്റീവ് കോഡിനൊക്കെ സ്ലോ ആയിരുന്നു പുള്ളി പറഞ്ഞു. അങ്ങനെയാണോ ബിഹേവിയർ? അല്ല, അത് ഇപ്പൊ ഒരു സ്ട്രീംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ട്രീ കൺസ്ട്രക്ട് ആവുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എവിടെയാണ്, അപ്പൊ ചില സ്ഥലത്ത് സ്ലോ ആയിരിക്കാം ഡെഫിനറ്റ്ലി. ഇപ്പൊ ഫോർ ലൂപ്പ് എഴുതി ഇന്റിജർ സം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും.
അതായത് ഞാൻ ഇപ്പൊ പറയട്ടെ, ഈ സ്ട്രീംസ് വരുന്നത് ഇപ്പൊ ലൂപ്പ് വേണ്ടാത്തോണ്ട്, മാപ്പും മറ്റേ റെഡ്യൂസും ഫിൽട്ടറും ട്രാൻസ്ഫോം ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എറർ ഇല്ലാത്ത കോഡ് എഴുതാന്നാണോ അതിന്റെ വാഗ്ദാനം? അതായത് ആൻഡ് വിത്ത് പിന്നെ JVM സ്ട്രീം അവെയർ ആണ്, അപ്പൊ റീസണബിളി ഗുഡ് പെർഫോമൻസ്, അതാണ് അതിന്റെ കോംപ്രമൈസ്. അവര് ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് കൊണ്ടുവന്നതാണ്. അല്ല ഞാനതാ എന്റെ ആൻസർ അതെ ഫുൾ അതെ എടുത്ത് അതായിരുന്നു. ഞാൻ പറഞ്ഞത് ഐ വിൽ ഗോ ബൈ ദ സ്ട്രീം. അതിനെപ്പറ്റി, കാരണം ഈ പെർഫോമൻസ് ബോട്ടിൽ നെക്ക് എന്നുള്ള സാധനം നമ്മളെ എംപിരിക്കലി വെരിഫൈ ചെയ്യേണ്ട സാധനമാണല്ലോ. ഇപ്പൊ ആർബിട്രറി കേസസിൽ ഒരെണ്ണം ഫാസ്റ്റ് ഒരെണ്ണം സ്ലോ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ബ്രില്യന്റ് ആർഗ്യുമെന്റ്. അതായത് നിങ്ങൾ പറഞ്ഞ എന്താന്ന് വെച്ചാല്, യു സേവ് യുവർ ഫേസ് ബൈ റൈറ്റിംഗ് എറർ ഫ്രീ കോഡ് ആൻഡ് ദെൻ ഓക്കെ ഇഫ് യു പ്രൊഫൈൽ ഇറ്റ് യു ക്യാൻ ഫൈൻഡ് ദ ഹോട്ട്സ്പോട്ട്. ഉണ്ട് അവിടെ നിങ്ങൾ വേണമെങ്കിൽ ലൂപ്പ് കൺട്രോൾ ചെയ്യോ ഇമ്പരറ്റീവ് ആക്കിയോണ്ട് കുഴപ്പമില്ല, അല്ലെ? അതെ അതെ. അതായത് ഇപ്പൊ റിക്വസ്റ്റ് റെസ്പോൺസ് സൈക്കിളിൽ 3 മില്ലി സെക്കൻഡും 5 മില്ലി സെക്കൻഡും തമ്മിൽ ഡിഫറൻസ് സിഗ്നിഫിക്കന്റ് അല്ലല്ലോ അങ്ങനത്തെ. മനസ്സിലായി. അല്ല ഇപ്പൊ എനിക്കാ ഇപ്പൊ ഈ പ്രശ്നം എന്ന് വെച്ചാല്, പല ആൾക്കാരും ഇത് പറയുമ്പോഴേ അവരത് കറക്റ്റ് ആയിട്ടാണോ ബെഞ്ച് മാർക്ക് ചെയ്തേക്കണേ, ഇനിയിപ്പൊ അവരുടെ സ്പീഡ് എന്നുള്ളത് ഒരു അപ്പാരന്റ് തോന്നലാണോ, റിയലി ആണോ? ഇനി ആണെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി 3 മില്ലി സെക്കൻഡ് 2 മില്ലി സെക്കൻഡ് ഒക്കെ വ്യത്യാസമൊക്കെ നെഗ്ലിജിബിൾ ആണ്. പിന്നെ അത്യാവശ്യം ഒരു ലോങ് പോളിംഗ് ഉള്ള സ്ഥലത്തൊക്കെ ഓക്കെ അതാണ് പുള്ളി. ജെപിയുടെ സ്പെസിഫിക് കേസിലാണെങ്കിൽ ജെപിക്ക് ഇന്റർവ്യൂവില് ഒരു പുള്ളി ചോദിച്ചതാണ്. അപ്പൊ അവിടെ മറ്റേ ഒരു റാഷണൽ ആൻസർ ആയിരുന്നു ഇന്റർവ്യൂവർ എക്സ്പെക്ട് ചെയ്തിരുന്നതെന്ന് തോന്നുന്നുണ്ട്. അതായത് ചിലപ്പോ ഒബ്ജക്ട് കൺസ്ട്രക്ഷൻ ഉണ്ട്, അതായത് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് ഇട്ടത്, എന്നിട്ട് ട്രേഡ് ഓഫ് ഇങ്ങനെ പറയുന്നു, അല്ലെ? അതായത് അതായത് ഇപ്പൊ ഒബ്ജക്ട് കൺസ്ട്രക്ഷൻ അവിടെ അകത്തുണ്ട്, അങ്ങനത്തെ ഫാക്ട്സ് ഡംപ് ചെയ്യണമായിരിക്കണം. ഓക്കെ. അല്ല ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് അത് വന്നപ്പോ എനിക്ക് കോണ്ടെക്സ്റ്റ് അറിഞ്ഞൂടല്ലോ. അപ്പൊ ഞാനപ്പോ അവിടെ ഞാൻ കണ്ടത് ഇതാണ്, അതെങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതിപ്പോ ഞാൻ പറയട്ടെ, അല്ലല്ല അതിപ്പോ കൊല്ലങ്ങൾക്ക് മുമ്പേ SQL ഉപയോഗിക്കണോ കസ്റ്റം ലൂപ്പ് എഴുതണോ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോ നിങ്ങൾ കുറെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ എഴുതിയാണെന്ന് വെച്ചാൽ കസ്റ്റം ലൂപ്പ് എഴുതാന്ന് പറഞ്ഞാൽ 10,000 ലൈൻ കൊടുക്കേണ്ടി വരും. SQL വെച്ചിട്ട് ചിലപ്പോ 200 ലൈനിലത് തരും, മനസ്സിലായില്ലേ? ആൻഡ് യു വിൽ ഗെറ്റ് റിയലി ഗുഡ് പെർഫോമൻസ്. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ വേറൊരു പാരഫ്രൈസിംഗ് ആണ് അവിടെ നടന്നത്, മനസ്സിലായില്ലേ? അപ്പൊ എനിക്കതാ തോന്നിയത് നിങ്ങളുടെ ഉത്തരം കേട്ടപ്പോൾ. ദാറ്റ് മേക്സ് സെൻസ്. പിന്നെ ഞാൻ പറയട്ടെ, ഈ GraalVM, ലംബോക്ക്, പ്രൊജക്ട് വലാല, ഇങ്ങനെ ഒരു 100 ഉണ്ടല്ലേ, ഇതിന്റെ പൊളിറ്റിക്സ് എന്താണ്? അല്ല ഇത് മറ്റേ JCP ഇനീഷ്യേറ്റീവിന്റെ ഭാഗമല്ല, അതായത് കമ്മ്യൂണിറ്റി പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള, അതായത് ഇപ്പൊ ഫെയർലി ഗുഡ് പ്രപ്പോസൽ ആണെങ്കിൽ അത് സ്പോൺസർ ചെയ്യുന്ന തോന്നുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ കൊണ്ടു നോക്കുകയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഒരു ജാവയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഏതെങ്കിലും ഒരു XYZ ലൈബ്രറി വേണം. ആ ലൈബ്രറിയിൽ അത് ഇപ്പൊ ജാവ കമ്മ്യൂണിറ്റീനെ എൻഹാൻസ് ചെയ്യാനോ, ചിലപ്പോ ജാവയുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ കോമ്പറ്റീറ്റീവ്നെസ് കൂട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഫണ്ട് ചെയ്യോ? എന്നാണ് എനിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഈ GraalVM എന്നുള്ളത് ഒരു റിസർച്ച് ഔട്ട്കം ആണ് സാറേ. അത് ഇപ്പൊ ഈ ഒറാക്കിളിന് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ആയിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്, അവിടെയൊക്കെ ലാബ് ഉണ്ട്. അപ്പൊ ഈ ഗ്രാൽ അവിടെ നിന്ന് വന്നാന്ന് തോന്നണു, എനിക്ക് ഉറപ്പില്ല. അപ്പൊ ഈ അതുപോലെ ഇപ്പൊ പ്രൊജക്ട് വൽഹാല അല്ല, അങ്ങനെയല്ല പറയണേ, ജിമ്മി നീൽസൺ അയാൾക്കൊരു പ്രൊജക്ടിനാ. ജിമ്മി നീൽസൺ എന്ന് പറഞ്ഞ പണ്ട് ഈ .NET വേൾഡ് ഒരു ബുക്ക് ഒക്കെ എഴുതിയിരുന്ന ആളാണ്, അപ്ലൈയിങ് DDD ആൻഡ് പാറ്റേൺസിൽ. അതിൽ ഞാൻ അയാളുടെ ഒരു പ്രൊജക്ടിന് ഒരു വലാല എന്നാണ്. അത് അതിന്റെ നെയിം സേക്ക് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ കാണുന്നത് ജാവയുടെ ഇതിന്റെ കേസിലാണ്. അത് അല്ല, അതും ഇപ്പൊ പ്രൊജക്ട് ബാബിലോൺ ഒക്കെ ഉണ്ട്, ഫോറിൻ പ്രോഗ്രാമിംഗ് മോഡൽസ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് JVM മുകളിൽ. ഫോറിൻ പ്രോഗ്രാമിംഗ് മോഡൽസ് എന്ന് പറഞ്ഞാൽ മറ്റേ JNI ഒക്കെ പകരമാണോ? അതെ JNI GPU പ്രോഗ്രാമിംഗ് ലിങ്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും എവൻച്വലി.
ഫോറിൻ പ്രോഗ്രാമിംഗ് മോഡൽസ്, അതായത് ആ ഉദ്ദേശിക്കുന്നത് മറ്റേ അതായത് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റിംഗ് സീക്വൻഷ്യൽ പ്രോസസ് ഒക്കെ വേണമെങ്കിൽ ജാവയിൽ വരാം അല്ലെ? അതെ അതെ. മെയിൻ ആയിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പൊ GPU-ലോട്ടൊക്കെ ലോവർ ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ പരിപാടികളാണ്. അത് ഞാൻ കണ്ടല്ലോ. ഈ മറ്റേ CPU GPU കോ കമ്പ്യൂട്ടേഷനെ കുറിച്ചൊക്കെ. ബാബിലോണിലാണ്. അല്ല, ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത് സ്ട്രീറ്റ് പ്രോഗ്രാമേഴ്സ് പ്രപ്പോസ് ചെയ്തിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് യൂണിവേഴ്സിറ്റി റിസർച്ച് ബാക്ക് തന്നെ ആവാനാണ് സാധ്യത എന്ന് തോന്നണം. അതായത് ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഗൂഗിൾ സമ്മർ ഓഫ് കോഡിലുണ്ടോ JCP ജാവ? അറിയില്ല ഇല്ലെന്ന് തോന്നുന്നുണ്ട്, കണ്ടിട്ടില്ല. അത് ഒറാക്കിൾ 2 പ്രൗഡ് ആയിരിക്കും അല്ലെ അതൊക്കെ ചെയ്യാൻ. ഗൂഗിളായിട്ട് ഓൾറെഡി മറ്റേ ഡിസ്പ്യൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ ഈ ശരിക്കും നമുക്ക് ഈ മോഡേൺ ജാവയെ കുറിച്ച് ഒരു സീരീസ് ഓഫ് സെഷൻസ് വേണം, ഏതൊരു എന്യൂമറേറ്റീവ് സെഷൻ ടു ഗിവ് ദ ബിഗ് പിക്ചർ. അതിൽ പറഞ്ഞത് ഒരെണ്ണം ഈ ട്രാക്കാ എടുക്കാനായിട്ട്. ആര് പറഞ്ഞത്? അപ്പൊ അതായത് മൈക്രോ സർവീസസിലോട്ട് എത്തുന്ന ഒരു ട്രാക്ക്, പിന്നെ എവല്യൂഷൻ ഓഫ് ജാവ, അതായത് ജാവ 21 വരെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ അതല്ല, അതായത് ഞാൻ പറയുന്നത് അവർക്ക് ഇമ്മീഡിയറ്റ്ലി യൂസ് ഉള്ള ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുന്നതാണോ നല്ലത്, അതോ ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റും ഡെഫിനറ്റ്ലി. അല്ലെ, ഞാൻ അങ്ങനെ നോക്കണ്ടേ, നമുക്കിതൊരു ഫ്രെയിമിംഗ് ഗ്രൂപ്പ് ആക്കി മാറ്റുന്നതാണ്. ഫ്രെയിമിംഗ് ഗ്രൂപ്പ് മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളിപ്പോ എത്ര 1 മണിക്കൂറായോ സംസാരിക്കാൻ തുടങ്ങിയിട്ട്? അറിയില്ല. അപ്പൊ നമ്മള് കേരളത്തിന്റെ ഗ്രൂപ്പുകളുടെ ചരിത്രം സംസാരിച്ചു, അതിന്റെ ഉള്ളിലൊക്കെ ടെക്നോളജി ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സ്ട്രീംസ് വേഴ്സസ് മറ്റേ ഇമ്പരറ്റീവ് ലൂപ്പ്, അങ്ങനെയുള്ള ചർച്ചകളും ഇപ്പൊ വല്ലാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക്. ഞാൻ പറഞ്ഞല്ലേ, നമുക്കൊരു ക്രിട്ടിക്കൽ മാസ് ഓഫ് കണ്ടന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളിപ്പോ ഒരു മൈക്രോ സർവീസിനെ കുറിച്ച് സംസാരിച്ചെന്ന് വെച്ചു. എന്റെ പരിചയത്തിൽ കുറച്ച് പേരുണ്ട്, അവരാണ് മൈക്രോസോഫ്റ്റ് സർവീസ് ഇൻവെന്റ് ചെയ്തതെന്നൊക്കെ. അപ്പൊ എന്റെ സ്റ്റാൻഡേർഡ് അറ്റാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സം ഓഫ് ദം യു നോ, അപ്പൊ ഈ മൈക്രോ സർവീസസ് ഇപ്പൊ മിക്ക അടി ഉണ്ടാവുന്നത് എന്താ പറയുക, ഈ കണ്ടെയ്നർ ടെക്നോളജിയുടെ എവല്യൂഷനും മൈക്രോ സർവീസസ് തമ്മില് ഒരു പിൽക്കാലത്ത് സ്ഥാപിച്ച ബന്ധമാണ്. ഒറിജിനലി ബന്ധമൊന്നും ഉണ്ടായില്ല. പിടികിട്ടിയ? അതായത് ആമസോണില് ഏതൊരാൾ കോയിൻ ചെയ്തു, ആമസോണിലെ ജെഫ് ബെസോസ് അവിടെ ഡെവലപ്മെന്റ് അജിലിറ്റി കൂട്ടാൻ വേണ്ടി അവിടെ ട്രൈ ചെയ്തു. 2014 ആയപ്പോ 50 ലക്ഷം ചേഞ്ചസ് വരുത്തി Amazon.com-ൽ. പിടികിട്ടിയ? അങ്ങനെ 2014 ബോർഗ് ഗൂഗിളിൽ ഇരിക്കുക, കണ്ടെയ്നർ ഇല്ല, പിന്നെ ഡോക്കർ പിന്നെ വരിക. കണ്ടെയ്നർ നെറ്റ്വർക്ക് ഇല്ല, കണ്ടെയ്നർ ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് ഈ ലിനക്സ് ജയില് ഫ്രീ ബേസ്ഡ് ഒക്കെ ഉള്ളത്. പിന്നെ ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, എവിടെയൊക്കെ ഡോക്കർ ഡിപ്ലോയ്മെന്റ് ഉണ്ട് അവിടെയൊക്കെ മൈക്രോ സർവീസിനെ കുറിച്ച് സംസാരിക്കണം എന്നാണ് ഇപ്പൊ കാര്യം പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഓവർലോഡ് ആണ്. പക്ഷെ അത് മറ്റേ അവർ പാർട്ട് ഓഫ് ദ വേൾഡിലാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെയൊക്കെ കാര്യമായിട്ട് ഇത് എന്റെ പരിചയത്തിലൊരു പുള്ളി ഒരു സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോയി. മൈക്രോ സർവീസ് ഈ മറ്റേ ഹൈപ്പിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ഇന്റലക്ച്വൽ തസ്കരന്മാർക്ക് നല്ലൊരു വഴിയാ, മനസ്സിലായ? കാരണം ഓർക്കസ്ട്രേഷൻ, കൊറിയോഗ്രാഫി, സ്കെയിലബിലിറ്റി, സ്കെയിൽ ക്യൂബ്, അതായത് ഒരു മറ്റേ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ഒരു തിയറം ഉണ്ടല്ലോ, ക്യാപ് തിയറം, എൻഡ് ഫേസ് കമ്മിറ്റ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ തത്വങ്ങൾ ഒരു ഡെസ്പൈറ്റ് ബീങ് ആൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ, അതിന്റെ മോസ്റ്റ് ഇലാബറേറ്റഡ് വേർഷൻ അറിയുന്നവനാണ് ബുദ്ധിമാൻ എന്നുള്ളൊരു അവധാരണ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വെറുതെ അടുത്ത ഇന്റർവ്യൂവിന് വേണ്ടി പഠിക്കുമ്പോ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് വലിയ അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല ചെയ്തേ, അപ്പൊ ഓൾ ഓഫ് എ സഡൻ കോമ്പൻസേറ്റിംഗ് ട്രാൻസാക്ഷൻ അങ്ങനെ പദങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇല്യൂഷൻ ഓഫ്
പവർ കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ മൈക്രോ സർവീസസ് ഒരിക്കലും ആൾക്കാർ വിചാരിക്കുന്നത് പ്രോഗ്രാമർ തീരുമാനം എടുക്കേണ്ടതല്ല. കാരണം ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആയിട്ടൊക്കെ അതിന് നല്ല ബന്ധമുണ്ട്. ഇനി കോൺവേസ് ലോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കോൺവേസ് ലോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ കമ്പനിയുടെ അധികാര പരിധി അല്ലെങ്കിൽ അധികാര ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അവിടുത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇവര് പറഞ്ഞ മാതിരി ഡൊമൈൻ ഡ്രിവൺ ഡിസൈനോ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഐഡിയകൾ ഉപയോഗിച്ചപ്പോ ഡിപ്ലോയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ കോഡ് മറ്റേ ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അവ്യല് പരുവത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ അതാണ് ആക്ഷനബിൾ ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ലെവൽ നത്തിങ് മച്ച് ഹാസ് ചേഞ്ച്ഡ്. അതായത് ഇപ്പോ റെസ്റ്റ് തന്നെയാണ്, ജേസൺ തന്നെയാണ്. സ്പ്രിംഗ് ബൂട്ട് എന്ന് പറയുന്ന സാധനം ഒരു ബൂട്ട് സ്ട്രാപ്പ് ഫ്രെയിംവർക്ക് ഓൺ ടോപ്പ് ഓഫ് ഇതാണ്. മൈക്രോസോഫ്റ്റ് ആണെങ്കിൽ സെൽഫ് ഹോസ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നു. റിവേഴ്സ് പ്രോക്സിയുടെ പുറകിൽ സാധനം വെക്കുന്നു. ഇൻഡിപെൻഡന്റ് ഉണ്ടായ കുബർനെറ്റിസ് നിങ്ങളുടെ മറ്റേ എന്താ പറയുക ഈ സ്കെയിലബിലിറ്റി, അതായത് പോഡുകളൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇലാസ്റ്റിക് ആയിട്ട് റെപ്ലിക്കേയും ഒക്കെ ഉണ്ടാക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുടെ ഒരു കോൺഫ്ലുവൻസ് ആയതുകൊണ്ടാണ് അതിന്റെ പേരിലുള്ള ഒരു അതിനെ ക്ലട്ടർ ഇല്ലാതെ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പൊ കണ്ടാൽ തന്നെ ഇപ്പൊ ഈ പ്രശ്നമുണ്ട്. ഇപ്പൊ JWT എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ .NET മൈക്രോസോഫ്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. ഈ അല്ലാണ്ട് അതിന്റെ യൂസ് കേസോ ഈ മറ്റേ ഓത്തും അതൊക്കെ ആയിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ എന്തൊക്കെ വർക്ക് ഫ്ലോ ഉണ്ടെന്നോ ഒരു പ്ലാറ്റ്ഫോം ന്യൂട്രൽ ആയിട്ട് ആരും പറയില്ല. ആ പ്രോബ്ലം മൈക്രോ സർവീസസിനൊക്കെ ഉണ്ട്. ഇപ്പൊ എന്തോ ആസ്പയർ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് .NET. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ഇതിനുള്ള ഏക പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞത് കേൾക്കുക. ഇനിയിപ്പോ നമ്മളൊരു സ്ഥലത്ത് പോയി അവിടെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പൊ നമ്മൾക്ക് നമുക്കിപ്പോ മൈക്രോ സർവീസിന് മറ്റുള്ളവരൊക്കെ കൂടുതൽ അറിയണ്ടെന്ന് വെച്ചിട്ട് ആരും വന്ന് കൺസൾട്ട് ഒന്നും ചെയ്യാൻ പോണില്ല. വേറെ നെറ്റ്വർക്കാണ്. ആൾക്കാർ അവിടെ ഫിസിക്കൽ ലെവലിൽ എടുക്കും. അപ്പൊ പലപ്പോഴും ഇതൊരു തരം ഈ ധ്വംസനാണ്. അപ്പൊ എന്തൊക്കെന്ന് വെച്ചാൽ ഇവരിപ്പോ ഈ ഇന്റലക്ച്വൽ കക്കോഫോണി ഉണ്ടാക്കുമ്പോ ഇവർക്ക് എക്സ്പെർട്ടിന്റെ സ്ഥാനം കൊടുക്കും. അപ്പൊ നമ്മൾ പോയി ക്ലാരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം. നമുക്ക് അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞ വ്യക്തിഗതി നടത്തും. അപ്പൊ ഈ അങ്ങനെ കോംപ്ലക്സ് അടിച്ച് ഞാൻ മൈക്രോ സർവീസസിൽ ഇപ്പൊ ഒരു അതോറിറ്റി ആയി ഇവന്മാരത്തെ അടി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഈ അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രശ്നം. അല്ല അത് തമാശ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഇപ്പൊ പ്ലാറ്റ്ഫോം ഇപ്പൊ .NET ആയിക്കോട്ടെ ജാവ ആയിക്കോട്ടെ അതിന് എന്തൊക്കെ ഫീച്ചർ ഉണ്ട്, എന്തൊക്കെ എൻഹാൻസ്മെന്റ് ഉണ്ട്, അതൊന്നുമില്ല. ഈ സ്ഥിരം പണ്ടാണെങ്കിൽ ASP.NET MEC റേസർ SQL സെർവർ, ഇപ്പോഴാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ. മനസ്സിലായില്ലേ? ആ ഹാപ്പി പാത്തിൽ തന്നെ പിടിച്ചുള്ള കളിയുള്ളൂ. മറ്റേത് ഇന്റർവ്യൂവിന് മാത്രം വേണ്ടിയാ. അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ടായി. പിന്നെ മൈക്രോ സർവീസസ് ഡെവലപ്മെന്റ് സ്കെയിൽ ചെയ്യാനാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഇൻസിഡന്റലി നിങ്ങൾക്ക് സ്കെയിലും മറ്റേ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ഒക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളൊരു ഈ മറ്റേ ഡോക്കർ മറ്റേ കണ്ടെയ്നർ OCI ഇനിഷ്യേറ്റീവും മറ്റേ പോഡും കുബർനെറ്റിസ് കാരണം ഉണ്ടായി. നോ ഡൗട്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാനിപ്പോ മാനേജ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഉണ്ട്, കുബർനെറ്റിസിന്റെ ഓപ്പറേറ്റർ ഉണ്ട്, 4-5 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സൗണ്ട് പോയി. എനിക്ക് പക്ഷെ അതൊന്നും ഒരു വലിയ എന്താ പറയാ അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നിയില്ല. കാരണം നമുക്ക് ലോജിക്കലി ഗുഡായിട്ട് റീസൈൻ ചെയ്യാവുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ പൊതുജന മാനിഫെസ്റ്റേഷൻ എന്താ പറയാ മാനിഫെസ്റ്റേഷനിൽ ഇങ്ങനെ ആൾക്കാര് അമ്പരന്നിരിക്കുന്നു. അതെ തന്നെ. അതിന്റെ പക്ഷേ മൂല സത്ത ചെറുതാണ്. മനസ്സിലായേ? അല്ല അതിപ്പോ ഇപ്പൊ ഞാൻ പലരോടും ചോദിക്കും മൈക്രോ സർവീസസിന്റെ ഡിഫോൾട്ട് ഇന്റഗ്രേഷൻ സ്ട്രാറ്റജി ഏതാന്ന് ചോദിക്കും. കൊറിയോഗ്രാഫി പറയുന്ന ആരെയും കണ്ടിട്ടില്ല. അതിനർത്ഥം മൈക്രോ സർവീസ് ചെയ്തിട്ടില്ല എന്നല്ലേ?
ഓർക്കസ്ട്രേറ്റ് ചെയ്യാ, സീക്വൻഷ്യലി ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ മഹാഭാഗ്യം വേണം. സ്പാഴ്സ് ആയിട്ട് പറ്റും. എന്റെ ഒരു അറിവ് എന്ന് പറഞ്ഞാല് മൈക്രോ സർവീസസിന്റെ ഒരു ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീ വിത്ത് ലോട്ട് ഓഫ് ഹൈവ്സ്. ഇന്റർ ഹൈവ് കോൾ കുറെ ഉണ്ടാവും, ഈ ഇൻട്രാ ഹൈവ് കോൾ കുറെ ഉണ്ടാവും. ഇന്റർ ഹൈവ് കോള് ഗേറ്റ് വേ വഴി നടത്തും. ഇതാണ് എന്റെ മോഡൽ. ഇവിടെ കിട്ടിയ അപ്പൊ വേണമെങ്കിൽ ഒരു എൻറ്റയർ ഓർഗനൈസേഷന്റെ സാധനം വേണമെങ്കിൽ ഒരു ഗ്രാഫായിട്ട് കാണാം. സൈക്കിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ, വിത്തിൻ ദ ഹൈവ്. അതാ ഇപ്പൊ മൈക്രോ സർവീസസ് .io എന്ന് പറഞ്ഞ പോർട്ടലില്ലേ, അവിടെ 10-12 വെക്ടേഴ്സ് ഉണ്ട്. ഓരോന്നിന്റെ അടിയിലും 6 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ 6⁻12 കോമ്പിനേഷൻ ഉണ്ട് ആ ആർക്കിടെക്ചർ സ്റ്റൈലിന്റെ ഉള്ളിൽ. അതിൽ വയബിൾ ആയിട്ട് ചിലപ്പോ ഒരു 200 ഉണ്ടാവുള്ളൂ, ഒരു 50 ഡിസ്കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടൊരു പരിപാടിയാണ് നടക്കുന്നത്. എന്തായാലും നമുക്ക് റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് കൺട്രോൾ ഇല്ലല്ലോ, ലാല് വരില്ല. അങ്ങനെയാണ് സംസാരിക്കാം. അപ്പൊ ലാലുണ്ടോ അവിടെ? ഈ ഞാനേ നമ്മുടെ കേമംഗലൂർ പുള്ളിയിലെ അമൽ ദേവും അമൃത് ലാലും കഴിഞ്ഞ ദിവസം കൺഫ്യൂസ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അതിന്റെ. പിന്നെ മറ്റേ എന്താ പറയാ, ഈ വാല്യൂ ടൈപ്പ് ഒക്കെ ജാവയിൽ വരുമോ അടുത്ത് തന്നെ? അതാണ് മറ്റേ വൽഹള. അല്ല അതിപ്പോ എന്താണ്, ഇപ്പൊ എക്സ്പെരിമെന്റൽ സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ, എന്താണ് അത് വരാത്തത്? എക്സ്പെരിമെന്റ് സപ്പോർട്ട് ആയ, അതായത് അവർക്ക് എന്തോ മറ്റേ ലൈഫ് സൈക്കിൾ ഡിഫറെന്റ് ആണ് ഇപ്പോ ഫീച്ചേഴ്സിന്റെ. ഇൻക്യുബേഷൻ പീരീഡ് പ്രിവ്യൂ ഉണ്ട്, ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ട്, പ്രിവ്യൂ മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ടാണ് ഒരു സ്റ്റേബിൾ റിലീസ് ആയിട്ട് ഇറക്കുള്ളൂ. അത് മറ്റേ മൊത്തം മാറുന്നു തോന്നുന്നുണ്ട്. ഗാർബേജ് കളക്ഷന്റെ ഹെഡർ ഫയൽ, ഹെഡർ ഒബ്ജക്ട് ഹെഡർ ഒക്കെ ഇല്ല, അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അവര്. ഒരു ക്ലാസ് ഫയൽ ഫോർമാറ്റിലാണ് ഇൻസ്റ്റൻസിൽ ഇപ്പൊ കെ ക്ലാസ് ഇൻസ്റ്റൻസിന്റെ ആണ്, അതായത് ഒബ്ജക്ട് ലേഔട്ട് മാറ്റും മൊത്തത്തിൽ ഈ വെൽ ടൈപ്പ് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ഷനൊക്കെ ചേഞ്ചസ് വരില്ലേ, അത് API നിലനിർത്തിയിട്ട് മാറ്റും? എനിക്ക് എക്സാക്ട്ലി അറിയില്ല, അങ്ങനെ ഫുൾ മൊത്തത്തിൽ റിപ്പിൾ എഫക്ട് ഉണ്ടെന്നാണ് മനസ്സിലായത് VM-ലെ. ഒരു അതെ ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പൊ .NET തമ്മിൽ കമ്പയർ ചെയ്യാറുണ്ടോ? അത് ഇപ്പൊ .NET-ലും ആണെങ്കിലേ ഇപ്പൊ ഇവരൊക്കെ ഈ മെയിൻ ഇല്ലാത്ത കോഡ് എഴുതാൻ പറയൂ ഇപ്പൊ ജാവയില്. ജാവയിലും വരുന്നുണ്ട്. പക്ഷെ അത് ഓപ്ഷണൽ ആണ്, അത് ചുമ്മാ എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത, ഈ ചിലപ്പോ ആ ഒരൊറ്റ സാധനം ഉള്ളതുകൊണ്ട് പല സാധനവും ചിലപ്പോ 1-ൽ കമ്പൈൽ ആവണത് കമ്പൈൽ ആവില്ല. എനിക്ക് അതിൽ കവിഞ്ഞൊരു ചൊറിച്ചില് പറയില്ല, സിൻടാക്റ്റിക് ഷുഗർ ആഡ് ചെയ്തിട്ടേ. എനിക്ക് ഓരോ സ്ഥലത്തെ അവിടുത്തെ പ്രോഗ്രാമേഴ്സിന് ജോലി നിലനിർത്താനാന്ന് തോന്നുന്നല്ലേ. സോഫ്റ്റ്വെയർ ഫ്രീസ് ചെയ്യണം ശരിക്കും. ഗോയൊക്കെ അങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് മൈൻഡ് സെറ്റ് ആണ്. ഇനി ഫീച്ചേഴ്സ് ഒന്നും വരില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ജനറിക്സ് ആഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഫ്രീസ് ചെയ്യണം ശരിക്കും ലാംഗ്വേജ്. ഇനിയിപ്പോ ഡെവലപ്പറിന്റെ എക്സ്പീരിയൻസ് മാറ്റുന്ന ഫീച്ചേഴ്സേ ഉണ്ടാവുള്ളൂ. ട്രൂ അല്ലെ? അതെ. അതായത് മറ്റേ സെമാൻറ്റിക് ചേഞ്ച് വരണം, സെമാൻറ്റിക് ലെവലിലുള്ള ചേഞ്ച് ക്യാപ്ചർ ചെയ്യാനുള്ള. അതിപ്പോ ഒരു വലിയ പ്രോബ്ലം ആണ് ഇപ്പൊ ഇങ്ങനെ വരുമ്പോ അല്ലെ. അതെ. ജാവയും മാറിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇപ്പൊ വരുന്ന അഡീഷൻ കുഴപ്പമില്ലാന്ന് തോന്നണു. അതല്ല ഇപ്പൊ ഞാൻ ഈ പറയട്ടെ, ഇപ്പൊ ഇവര് ഈ പറയുന്ന സോഫ്റ്റ്വെയറിലുള്ള ഈ ഇന്നോവേഷൻസ്
മാച്ച് ചെയ്യുന്ന ഹാർഡ്വെയർസ് വരുന്നുണ്ടോ? അതെയോ ഇത് അബ്സ്ട്രാക്ഷൻ ലെവലിലാണ് കളി? അതെയോ ഈ അബ്സ്ട്രാക്ഷൻസ് ഒക്കെ എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ടുള്ള ഈ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്? സാർ അതെനിക്ക് അത് സ്റ്റഡി ചെയ്യണം, പ്രോപ്പർലി സ്റ്റഡി ചെയ്യണം ശരിക്കും. എനിക്കറിയില്ല. അതായത് ഈ മറ്റേ ഓരോ സെമാൻറ്റിക് കൺസ്ട്രക്റ്റിനും പുറകിൽ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടല്ലോ. അതാണ് അതിന്റെ അതിന്റെ അപ്പൊ അത് വന്ന കോണ്ടെക്സ്റ്റ് സ്റ്റഡി ചെയ്യണം പ്രോപ്പർലി. എനിക്ക് അല്ല ഇപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയാ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ക്രിസ് ലാറ്റ്നറുടെ ഇന്റർവ്യൂ കണ്ടപ്പോ MLIR കുറിച്ച് MLIR എന്നൊരു സാധനം ഇയാൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് LLVM ലാണ് അയാൾ ആഡ് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ, TPU വേണ്ടി. അപ്പൊ ഇപ്പൊ CPU GPU കോ കമ്പ്യൂട്ടേഷന് വേണ്ടി യൂണിഫൈഡ് വർക്ക് ഏതൊരെണ്ണത്തിലാണ്? ബാബിലോൺ ഏതിലാണ് നടക്കുന്നത്? ഇനി TPU വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമൽസ് ആണോ ഇവർ ഉണ്ടാക്കുന്നത്? അതേപോലെ ഈ ഒരു ഡെവലപ്പർ എക്സ്പീരിയൻസും കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, കമ്പ്യൂട്ടേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കൺസ്ട്രക്ട് ആയിട്ടാണോ? ഈ കമ്പ്യൂട്ടേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കൺസ്ട്രക്ട് ആയിട്ട് ബാബിലോണിന്റെ വർക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എനിക്ക്. ബാക്കിയെല്ലാം ഒരു ഡെവലപ്പർ എക്സ്പീരിയൻസ് ഒക്കെ ബെറ്റർ ആക്കുന്ന ഇതാണ് കാണുന്നത്. പക്ഷേ ഈ അബ്സ്ട്രാക്ഷൻ ലെവലിലും സെമാൻറ്റിക് ഡിഫറൻസ് മോഡൽ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. അതായത് സ്ട്രക്ചേർഡ് കൺകറൻസി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ സെമാൻറ്റിക് ലെവലിൽ തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഡെവലപ്പർ എക്സ്പീരിയൻസും ബെറ്റർ ആക്കുന്നുണ്ട്. ഫിസിക്കലി സോറി ലംബോക്ക് നിങ്ങൾ എവിടെ പഠിക്കും? ലംബോക്ക് സിന്താറ്റിക് ഷുഗർ ഓഫ് എ ഡിഫറെന്റ് കൈൻഡ് ആയിട്ട് എടുത്തോളൂ. അല്ല അപ്പൊ അത് മറ്റൊരു ഡെവലപ്പർ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാനുള്ള ഒരു സാധനം. അതെ മറ്റേ ഈ സ്ട്രക്ചേർഡ് കൺകറൻസി പക്ഷേ സെമാൻറ്റിക് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് അതിന്. എന്താണ് ഈ സ്ട്രക്ചേർഡ് കൺകറൻസി എന്ന് ഉദ്ദേശിക്കുന്നത്? സ്ട്രക്ചേർഡ് കൺകറൻസി ഇപ്പൊ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്താണ്. എനിക്ക് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഓക്കെ അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ റസ്റ്റിന്റെ ഒക്കെ കേസ് വെച്ചിട്ടാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ജാവയുടെ കേസിലൊക്കെ സ്കോപ്പ് ഐസൊലേഷൻ ഒക്കെ വരെ വരുള്ളൂ. ലെക്സിക്കൽ സ്കോപ്പ് ഐസൊലേഷനും മറ്റേ ലൈഫ് ടൈം ഗ്യാരണ്ടി ഒക്കെ കിട്ടുമായിരിക്കും. ഇപ്പൊ റസ്റ്റിന്റെ കേസിൽ ബോറോവർ സെമാൻറ്റിക്സിനെയൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പൊ നമുക്ക് മെയിൻ ത്രെഡ് ഉണ്ട്, പിന്നെ നമ്മൾ കുറെ ചൈൽഡ് സ്പോൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചൈൽഡിന്റെ ലൈഫ് ടൈം ഓൾവേസ് അല്ല, മെയിൻ ത്രെഡിന്റെ ലൈഫ് ടൈം ഓൾവേസ് ചൈൽഡിനെ എന്താണ് കാളുണ്ടാവും, കൂടുതലുണ്ടാവും എന്നുള്ളത് എൻഷുർ ചെയ്യാനൊക്കെ പറ്റും. അത് നമ്മൾ സംസാരിച്ചാണല്ലോ അല്ലേ കഴിഞ്ഞ തവണ? അതെ അത് നമ്മള് ഫിക്സ് ചെയ്യാൻ പറ്റും അങ്ങനെ ബൗണ്ടറി. അപ്പൊ അവർക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്താലോ? ഓക്കെ, അത്യാവശ്യം ഞങ്ങൾ സംസാരിച്ചു പറയാം.